പേര് വിനോദ് എന്നാണ്. കോഴിക്കോട് കുന്നംകുളമാണ് സ്വദേശം. കഴിഞ്ഞ ഒരു 7 വർഷമായി ഞാൻ RCM എന്നുള്ള ഒരു പ്രൊഫഷനെ ഏറ്റെടുത്തിട്ട്. ഇറ്റ്സ് എ പ്രൊഫഷൻ. ഞാൻ പറയുകയാണെങ്കിൽ പേഴ്സണലി പറയാൻ ഐ എം എൻ RCM പ്രൊഫഷണൽ. അങ്ങനെ പറയാൻ എനിക്ക് എൻ്റെ ഇഷ്ടം. ഒരു പ്രൊഫഷണൽ അപ്രോച്ചോടുകൂടി നമുക്ക് കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങൾക്ക് റിസൾട്ട് കൂടും. റിസൾട്ട് ഓറിയന്റഡ് ചെയ്യാൻ. പക്ഷെ ഞാനൊരു മാർക്കറ്റിംഗ് പേഴ്സണോ ഒരു സെയിൽസ് പേഴ്സണോ ഒരു മറ്റെന്തെങ്കിലും തരത്തിലുള്ള മാർക്കറ്റിങ്ങോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്ത് ശീലമുള്ള ആളല്ലായിരുന്നു ഒരു ഒരു 8-9 വർഷം മുമ്പ് വരെ. പക്ഷേ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖമായ ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയുടെ RCMന്റെ ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള പിൻപൊസിഷൻ എമറാൾഡ് എന്ന പിൻപൊസിഷനിലിരിക്കുന്നു. നമ്മൾ പറയാറുണ്ട് സാധാരണക്കാരനെ അസാധാരണക്കാരാക്കി മാറ്റുന്ന ഓപ്പർച്യൂണിറ്റി. ഈ സാധാരണക്കാരൻ ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ സാധാരണക്കാരനാണെന്ന് ആലോചിച്ചൊക്കെ ചിന്തിക്കുന്നു. അവരൊക്കെ സാധാരണക്കാരാണ്. സാധാരണക്കാർക്ക് കൊടുക്കാവുന്ന നിർവചനം തന്നെ ഉള്ളൂ. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വേണമെന്ന് എപ്പോഴെങ്കിലും നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടോ? അവിടെ തുടങ്ങും നമ്മളുടെ അന്വേഷണം. എന്ത് 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 എന്നുള്ളത്. ആ അന്വേഷണത്തിന് ഉത്തരമായിട്ട് പലതും നമ്മുടെ മുമ്പിൽ വരും. അതിനെ നമ്മൾ പല രീതിയിൽ ഏറ്റെടുക്കും. പക്ഷേ RCMലേക്ക് എത്തിപ്പെടുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഭാഗ്യമാണ്. ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി പരിചയപ്പെടുക എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഭാഗ്യമുള്ള ആൾക്ക് അത് കഴിയുമെന്ന് ഞാൻ പറയുന്നു. കാരണം സമൂഹത്തിൽ നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ധാരാളം ആളുകളുണ്ട്. പ്രത്യേകിച്ച് സെയിൽസും മാർക്കറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട ക്വാളിഫിക്കേഷനുള്ള ധാരാളം പ്രൊഫഷണൽസ് നാട്ടിലുണ്ട്. അവരെല്ലാം ഏതൊക്കെയോ കമ്പനികൾക്ക് വേണ്ടിയിട്ട് അഹോരാത്രം പണിയെടുക്കുന്നുണ്ട്. നല്ല നല്ല പേയ്മെന്റും വാങ്ങിക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് കിട്ടാത്ത ഒരുപാട് ഭാഗ്യം നമുക്ക് കിട്ടിയിട്ടുണ്ട്. RCMലെ ഒരു അച്ചീവർ ആയി കഴിഞ്ഞാൽ, റോയൽറ്റി അല്ലെങ്കിൽ ടെക്നിക്കൽ എബോവ് അച്ചീവർ ആയി കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ നാട്ടിലെ ഏതൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഉറക്കുന്ന ആൾക്കും കിട്ടാത്ത ഒരുപാട് ഗുണങ്ങൾ നമുക്കുണ്ട്. ഒന്ന്, അവർ ഒരുപാട് വർഷങ്ങൾ കൊണ്ട് ആർജിച്ചെടുത്ത പല കാര്യങ്ങളും ചുരുങ്ങിയ വർഷം കൊണ്ട് നമ്മൾ നേടിയെടുക്കുന്നു. അത് നോളജ് ആവട്ടെ, സ്കില്ലാവട്ടെ, പണമാവട്ടെ. അതോടൊപ്പം തന്നെ പണത്തിനപരി നമുക്ക് ടൈം ഫ്രീഡം, സമയ സ്വാതന്ത്ര്യം. ടൈം ഫ്രീഡം എന്നൊന്ന് വാക്ക് നമ്മൾ വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കുമെങ്കിലും അത് ശരിക്കും എന്താണെന്ന് പോലും പലർക്കും അറിയില്ല. കാരണം ജനിച്ചു കഴിഞ്ഞാൽ ജോലി ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് റിട്ടയർമെന്റ് ആകുന്നത് വരെ, ജോലി ചെയ്യാൻ കഴിയാതാകുന്നത് വരെ എന്റെ 24 മണിക്കൂറും ആർക്കെങ്കിലും സമർപ്പിക്കുക എന്നുള്ള മാത്രം ചിന്താഗതി ജീവിക്കുന്നതാണ് നല്ല ശതമാനം എംപ്ലോയീസ്. എന്റെ സമയം എന്റെ ഇഷ്ടത്തിന് ചെലവഴിക്കാൻ നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെയാണ് RCMൽ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ലീഡറെ തിരഞ്ഞെടുക്കുന്നത്. എന്റെ ലീഡർ എവിടെ? എന്റെ ലീഡർ എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല, സഹായിക്കുന്നില്ല. കാരണം നമ്മുടെ മൈൻഡ് സെറ്റിനകത്ത് നമ്മൾ മറ്റൊരാള് നിർബന്ധിച്ചാലേ ചെയ്യിപ്പിച്ചാലേ ചെയ്യൂ എന്നുള്ള ലെവലാണ് നമ്മൾ എല്ലാവരും ഇരിക്കുന്നത്. ചെറുപ്പ കാലഘട്ടങ്ങളിൽ മാതാപിതാക്കളായിരുന്നു, സ്കൂളിൽ അധ്യാപകരുണ്ടായിരുന്നു. ജോലി കിട്ടിയപ്പോൾ ജോലി സ്ഥലത്തെ ബോസ് ഉണ്ട്. എവിടെയാണെങ്കിലും സ്വന്തം തീരുമാനമെടുക്കാൻ ഭയമാണ്. തെറ്റിപ്പോയാലോ, ശരിയായില്ലെങ്കിലോ? ഒരു കാലം വരും എന്നുള്ള പ്രതീക്ഷയിലിരിക്കുന്നു. ഞാനും അങ്ങനത്തെ ഒരു വ്യക്തിയായിരുന്നു. സാധാരണക്കാരനായിട്ട് ജീവിക്കുന്നു. കോഴിക്കോട് ആശ്രം മിംസ് ഹോസ്പിറ്റലിലെ ജീവനക്കാരനായിരുന്നു. അവിടെ മെഡിക്കൽ സെക്രട്ടറി എന്നുള്ള പോസ്റ്റിലായിരുന്നു. 2003 മുതൽ അവിടെയായിരുന്നു. നല്ല ജോലിയാണ്. എൻ്റെ വൈഫ് അനുരൂപ വിനോദ് സൂപ്പർ നിർജ്ജരയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും പല ആൾക്കും അറിയാം. അനുരൂപ നടത്തുന്ന ധാരാളം ക്ലാസ്സുകൾ ഉണ്ടാവാറുണ്ട് ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ നിർജ്ജരായിട്ട്. കുന്നമംഗലം നവജ്യോതി സ്കൂളിൽ ടീച്ചറായിരുന്നു. ഞങ്ങൾക്ക് 2 കുട്ടികളാണ്. മൂത്തത് മകളിപ്പം BSc നഴ്സിംഗ് ഫസ്റ്റ് ഇയർ പഠിക്കുന്നു ബാംഗ്ലൂരിൽ. എൻ്റെ മകൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. RCM ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് വളരെ യാദൃശ്ചികമായിട്ടാണ്. കാരണം ഏതൊരു എംപ്ലോയിയെയും പോലെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ വളരെ ബുദ്ധിമുട്ടുന്ന ഒരു കാലഘട്ടത്തിൽ എന്തെങ്കിലും ഒരു അഡീഷണൽ ഇൻകം ആവശ്യമുണ്ട് എന്ന് ആഗ്രഹിച്ചിരുന്നു. പക്ഷെ ഈ അഡീഷണൽ ഇൻകം എന്ന് പറയുന്ന സമയത്ത് അഡീഷണൽ ഇൻകം എങ്ങനെ എന്ത് മാർഗത്തിൽ കിട്ടുന്നു പോലും അറിയില്ല. അത് പറഞ്ഞുതരാൻ പോലും ആരുമില്ല. എങ്ങനെ എന്ത് അഡീഷണൽ ഇൻകം? ഒരു സൈഡ് ഇൻകം എന്നൊക്കെ നമ്മൾ പറയും. വളരെ രസകരമായ വാക്കാണ് അഡീഷണൽ ഇൻകം, സൈഡ് ഇൻകം, പാർട്ട് ടൈം വരുമാനമൊക്കെ. പക്ഷെ എന്ത് മാർഗത്തിൽ കൂടെ?
കാരണം നമ്മൾ ജോലി പഠിക്കുന്ന കാലത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ജോലിയുടെ പിന്നാലെയാണ്. പിന്നെ നമുക്ക് നമ്മുടെ ജീവിതം മുഴുവൻ ആ ജോലിക്ക് വേണ്ടിയിട്ടുള്ള ജീവിതം. രാവിലെ എണീക്കും തൊട്ട് നമ്മൾ ജോലിക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണ്. പകൽ മുഴുവൻ ജോലി സ്ഥലത്താണ്. തിരിച്ചു വന്നാൽ പിറ്റേ ദിവസം പോകാനുള്ള തയ്യാറെടുപ്പാണ്. ആവശ്യമുള്ള വിശ്രമം, അതിനിടയ്ക്കുള്ള എന്റർടൈൻമെന്റ്, കനിഞ്ഞു കിട്ടിയാൽ ലീവ്, ആ ലീവിൽ ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മുടെ ജീവിതം അങ്ങനെ നമ്മൾ അങ്ങനെ കൊണ്ടുപോകണം. അത് എംപ്ലോയി, പ്രൈവറ്റ് ആവട്ടെ, ഗവൺമെന്റ് ആവട്ടെ. പക്ഷെ അതിനകത്ത് നമ്മൾ ഭാവിയിലേക്ക് ആലോചിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ആശങ്കകൾ വരും. പ്രത്യേകിച്ച് നമ്മുടെ ഈ നിത്യച്ചെലവ് കൂടി വരികയാണ്. നമ്മുടെ ജീവിത നിലവാരം വർദ്ധിക്കുന്നതനുസരിച്ച് ചെലവ് കൂടിയാണ്, ശമ്പളം വർദ്ധിക്കുന്നില്ല. എന്താണ് മാർഗം? ലോണുകളും കടങ്ങളുമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ട്. എല്ലാവരും എത്ര വലിയ എംപ്ലോയി ആണെങ്കിലും ഒരു ശരാശരി മിഡിൽ ക്ലാസ് ആളുകളുടെ പ്രശ്നമാണത്. കേരളത്തിൽ നിന്ന് നമ്മുടെ നാട്ടില് മിഡിൽ ക്ലാസ്സും അപ്പർ ക്ലാസ്സും മാത്രമേ ഉള്ളൂ. അതോടൊപ്പം നമുക്കില്ലാത്ത ദുരഭിമാനങ്ങളില്ല. നമ്മളെല്ലാം കെട്ടിപ്പൊക്കിയ ദുരഭിമാനത്തിന്റെ ഒരു കൂടാരത്തിലിരിക്കുന്നത്. അങ്ങോട്ട് നോക്കാൻ പാടില്ല, ഇങ്ങോട്ട് നോക്കാൻ പാടില്ല, മറ്റുള്ളവർ നോക്കും, അവരെന്ത് വിചാരിക്കും, ഇവര് അങ്ങനെ പറയില്ല, ഇവരെങ്ങനെ പറയില്ല, അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് 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 കാര്യങ്ങളിൽ പെട്ടുകിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മള് നേരെ പോകും. ജോലി വരുന്നു, തിരിച്ചു പോകുന്നു, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി എന്തെല്ലാമോ ചെയ്യുന്നു. പക്ഷെ അതിനിടയ്ക്ക് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നമ്മുടെ സമയം നഷ്ടപ്പെട്ടു പോകുന്നു, പ്രായം നഷ്ടപ്പെട്ടു പോകുന്നു. പലപ്പോഴും നമ്മുടെ കുട്ടികളുടെ ചെറുപ്പം എൻജോയ് ചെയ്യാൻ കഴിഞ്ഞ എത്ര ആളുകളുണ്ട്? നമ്മുടെ മക്കളുടെ കുഞ്ഞു പ്രായം, കുഞ്ചിക്കൊഴിഞ്ഞ് നടക്കുന്ന പ്രായം ഉണ്ടല്ലോ, ആ പ്രായം എൻജോയ് ചെയ്യാൻ എത്ര അച്ഛന്മാർക്ക് കഴിഞ്ഞിട്ടുണ്ട്? ഒന്നൊരു ജോലി സ്ഥലത്തായിരിക്കും, അല്ലെങ്കിൽ ഗൾഫിലായിരിക്കും. ജോലിയുള്ള അമ്മമാരുടെ സ്ഥിതി അത് തന്നെയാണ്. അതൊന്നും തിരിച്ചു കിട്ടുന്ന കാലഘട്ടങ്ങളല്ല. ഓരോ കാലഘട്ടവും കഴിഞ്ഞുപോയി. പക്ഷെ നമുക്ക് സാമ്പത്തികമായിട്ട് ഒന്ന് അഭിവൃദ്ധിപ്പെടാൻ കഴിഞ്ഞാലോ, സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാക്കാൻ കഴിഞ്ഞാലോ, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും. പക്ഷെ നമുക്ക് കഴിയില്ല. നമ്മളെ മനസ്സിൽ ഉറച്ചു വിശ്വസിക്കുന്ന ഒരു കുറ്റിയിൽ കെട്ടിയിരിക്കുന്ന പശുവിന്റെ അവസ്ഥയാണ് ഭൂരിപക്ഷം എംപ്ലോയി. ആ കുറ്റിയും ആ കുറ്റിയിൽ കെട്ടിക്കുന്ന കയറും, ആ കയറിന് കുറ്റിക്ക് മടക്കിയിട്ടുള്ള അളവിൽ എത്രത്തോളം പുല്ലുണ്ടോ അത് മാത്രമേ തിന്നാൻ പറ്റുള്ളൂ. അതിനപ്പുറത്ത് പുല്ല് കണ്ടാൽ പോലും അത് എനിക്കുള്ളതല്ല, ആ പുല്ല് എനിക്കുള്ളതല്ല, എന്റെ ദൂരം ഇത്ര മാത്രം. ആ ഒരു ചിന്താഗതിയിലാണ് എല്ലാ എംപ്ലോയിയും ജീവിക്കുന്നത്. ഞാനും ആ ചിന്താഗതിയിലായിരുന്നു. എന്റെ ജോലി, എന്റെ വരുമാനം. രാവിലെ 9 മണി മുതൽ 6 മണി വരെ ജോലി. നല്ല ജോലിയാണ്, നല്ല സൗകര്യമുണ്ട്, നല്ല സ്ഥാപനമാണ്. അങ്ങനെ സുഖകരമായി പോകുന്ന സമയത്ത് ഇടയ്ക്ക് സാമ്പത്തിക പ്രതിസന്ധി വരും, കടം വാങ്ങിക്കും, കടം വീട്ടും, അങ്ങോട്ടും ഇങ്ങോട്ടും കടം വാങ്ങിക്കും. അങ്ങനെ പോകുന്ന കാലഘട്ടത്തിലാണ് വളരെ യാദൃശികമായിട്ട് ഞാനൊരു പുതിയ സ്ഥലത്ത് താമസം വന്ന സമയത്ത് എന്റെ വീടിനടുത്തുള്ള ഒരു അപരിചിതനായ വ്യക്തി, ഞാൻ പുതിയൊരു സ്ഥലത്ത്, കുന്നമംഗലം എന്നുള്ള സ്ഥലത്ത് വീട് വാങ്ങിച്ച് താമസിക്കാൻ പോകുന്ന സമയത്താണ് ഒരു അപരിചിതനായ വ്യക്തി, തികച്ചും അപരിചിതനായ വ്യക്തി എന്റെ വീടിനടുത്തുള്ള അദ്ദേഹത്തെ ഞങ്ങളുടെ ഹൗസ് വാമിങ്ങിന് ഇൻവൈറ്റ് ചെയ്തു. അദ്ദേഹം വന്ന സമയത്ത് അദ്ദേഹം RCM പറ്റി പറഞ്ഞു. ഞാൻ കേട്ടിട്ടില്ല RCM പറ്റി, മുൻപ് കേട്ടിട്ടില്ല. മറ്റു പല കമ്പനികൾ കേട്ടിട്ടുണ്ട്, കുറച്ചൊന്നും രണ്ട് കമ്പനികളുടെ മീറ്റിങ്ങിന് പോയിട്ടുണ്ടല്ലാതെ ഇതുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. അദ്ദേഹം വീണ്ടും വന്നു. അദ്ദേഹം ഉൽപ്പന്നങ്ങൾ പരിചയപ്പെടുത്തി തന്നു, ഉൽപ്പന്നങ്ങളെ പറ്റി പറഞ്ഞു, അതിന്റെ സാധ്യത പറഞ്ഞു തന്നു, വലിയ ഓപ്പർച്യൂണിറ്റി ആണെന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹത്തിന്റെ കെട്ടും മട്ടും ഒരു വളരെ സാധാരണക്കാരനായിട്ടുള്ള ഉൽപ്പന്നങ്ങളും ബാഗിൽ തൂക്കി നടന്ന് വിൽക്കാൻ നടക്കുന്ന ഒരു വ്യക്തിയായിട്ട് എനിക്ക് തോന്നിയുള്ളൂ. ഒരു സെക്യൂരിറ്റി ജീവനക്കാരനാണ് അദ്ദേഹം. പക്ഷെ അദ്ദേഹത്തിന്റെ ആ ഒരു എനർജിയും പ്രസരിപ്പും ഒക്കെ ഇഷ്ടപ്പെട്ടു. അദ്ദേഹത്തെ നിരുത്സാഹപ്പെടുത്താൻ പോയില്ല. അദ്ദേഹം പറഞ്ഞത് കേട്ടിരുന്നു. അദ്ദേഹം മീറ്റിങ്ങിലേക്ക് വിളിക്കാൻ തുടങ്ങി. ഞാൻ എല്ലാ സമയത്ത് വൈഫിന്റെ അടുത്ത് വരും, ഞാനുള്ള സമയത്ത് എന്നെ തെരഞ്ഞു വരും. പക്ഷെ സ്വാഭാവികമായിട്ടും ഇതൊന്നും എനിക്ക് ആവശ്യമുള്ള കാര്യമല്ലല്ലോ. ഞാൻ എന്ത് ചെയ്യാനാ ഇതുകൊണ്ട്? ഞാൻ എന്ത് ചെയ്യാനാ? കാരണം നമുക്ക് ജോലിയുണ്ട്, അതിന്റെ കൂടെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊന്നും നമുക്ക് പറഞ്ഞിട്ടില്ലല്ലോ. ഇതൊക്കെ കുടുംബത്തിൽ പറഞ്ഞവർക്ക് പറ്റിയതാണോ ഇങ്ങനത്തെ പരിപാടിയൊക്കെ? അല്ലെങ്കിൽ നമുക്ക് എവിടെ സമയം ഇരിക്കുന്നു? പക്ഷെ അദ്ദേഹത്തിന്റെ നിരന്തര നിർബന്ധം കണ്ട് ഞാനൊരു മീറ്റിങ്ങിന് പോയി. ആ മീറ്റിങ്ങിന് പോയ സമയത്ത് ഒരു 350 ആൾക്കാർ പങ്കെടുത്തൊരു വലിയൊരു പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാമിലാണ് ശരിക്കും ഞാൻ ഇത്രയും ആളുകളൊക്കെ ഈ മേഖലയിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കിയത്. ധാരാളം സ്ത്രീകളടക്കമുള്ള ഒരുപാട് ആളുകളെ കണ്ടു. അവിടുന്നാണ് എനിക്ക് ഒന്ന് എന്റെ ഉള്ളിലൊരു തോട്ട് വന്നത്. യെസ്, ഇങ്ങനെയൊക്കെ ഉണ്ടല്ലേ നാട്ടില്. ഞാൻ പറഞ്ഞത്, ഇന്ന് നാട്ടിൽ കാണുന്ന ഭൂരിപക്ഷം ആൾക്കാർ വിദ്യാസമ്പന്നരായിട്ടുള്ള, നല്ല ജോലിയിൽ ജീവിക്കുന്ന, സമൂഹത്തിൽ നല്ല നിലയിൽ ജീവിക്കുന്ന പല ആളുകളെ സംബന്ധിച്ചോളം അവർക്ക് അതിനപ്പുറമുള്ളൊരു ലോകം കാണാനുള്ള ഭാഗ്യമില്ല. നമ്മൾ ജീവിക്കുന്ന ലോകത്തിനപ്പുറം തൊട്ടപ്പുറത്ത് ഓപ്പർച്യൂണിറ്റികൾ ഉണ്ടെന്നുള്ളത് അറിയാനുള്ള ഭാഗ്യം പോലും ഇല്ല. ഒരു ജോലിക്കാരൻ അങ്ങനെയാണ്. ജോലി ശരിക്കും ഒരു കെണിയാണ്. ആ കെണിയിൽ നിന്ന് പുറത്തു കിടക്കാൻ കഴിയില്ല. ജോലിക്കാരൻ ഒരിക്കലും പട്ടിണി കടന്ന് മരിക്കേണ്ടി വരില്ല, പക്ഷെ ജീവിതത്തിൽ ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല. അതാണ് എംപ്ലോയി.
ഒരു ലൂപ്പാണ്. അപ്പൊ നമുക്ക് ആ ഒരു സമയത്ത് ആ ഒരു മീറ്റിംഗിൽ എനിക്കൊരു ഒരു ഒരു സ്പാർക്ക് എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു കൊള്ളാമെന്ന് തോന്നി. അവിടെ വലിയ എക്സൈറ്റ്മെന്റ് ഒന്നും ഉണ്ടായില്ല, പക്ഷെ എനിക്ക് തോന്നി ഒന്ന് കൊള്ളാൻ തോന്നി. അങ്ങനെ അതിനൊരു ദിവസം ഒരു മെമ്പർഷിപ്പ് എടുത്തു ആർസിഎമ്മിലെ. മെമ്പർഷിപ്പ് എടുക്കാൻ കയ്യിൽ കാശുണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എടുത്തില്ല. കുറച്ച് ദിവസം കഴിയേണ്ടി വന്നു. മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞിട്ടോ സ്വാഭാവികമായിട്ടും നമ്മൾ, ഞാൻ വലിയ ആളെന്ന് വിചാരിക്കുന്ന, ഞാൻ വലിയ പ്രൊഫഷണാന്ന് വിചാരിക്കുന്ന എല്ലാവർക്കുമുള്ള സ്വതസിദ്ധമായ ഒരു സാധനമുണ്ട്, നമ്മുടെ മടി. ഞാനൊന്നും ചെയ്യാൻ തയ്യാറായില്ല. വല്ലപ്പോഴും ഒക്കെ സാധനങ്ങൾ വാങ്ങിക്കും, വല്ലപ്പോഴും ഒന്ന് രണ്ട് മീറ്റിംഗ് പോകും. അങ്ങനെ കാലഘട്ടം കടന്നുപോയി. പക്ഷെ പതുക്കെ 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 ചെറിയ പൈസകളൊക്കെ എന്റെ കൂടെ ആൾക്കാരെ കുറച്ച് ആളുകളൊക്കെ അർസ്യം പറഞ്ഞു, അവരെ കൊണ്ട് അർസ്യം ഷോപ്പുകൾ പരിചയപ്പെട്ടു. ഇതിനൊക്കെ ഒരുപാട് മാസങ്ങൾ എടുത്തു. കാര്യമായിട്ട് ആരും പറഞ്ഞു തരാനില്ല, വല്ലപ്പോഴും വരുന്ന മീറ്റിങ്ങുകൾ മാത്രം. നമ്മളെ വിളിക്കാനോ ഉപദേശിക്കാനോ മോട്ടിവേറ്റ് ചെയ്യാനോ ആരുമില്ല. എന്നെ ജോയിൻ ചെയ്യിപ്പിച്ച സാധാരണക്കാരന്റെ വ്യക്തി, നിങ്ങൾക്ക് ആ വ്യക്തിയുടെ പേര് നിങ്ങൾക്ക് എല്ലാവർക്കും പലർക്കും പരിചിതനാണ്. നാരായണൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഇന്ന് കേരളത്തിലെ സ്റ്റാർ എമറാൾഡ് നാരായണൻ സാർ. അദ്ദേഹം വല്ലപ്പോഴും വന്ന് പറയുന്ന മോട്ടിവേഷൻ, അദ്ദേഹം മീറ്റിങ്ങുകൾക്ക് എന്നെ നിരന്തരം വിളിക്കും. ലീവ് എടുത്തൊരു മീറ്റിംഗ് പോകാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ പോകെ പോകെ മനസ്സിലാക്കിയ സമയത്ത് ഇതിന്റെ സാധ്യതകൾ മനസ്സിലായി, കൊള്ളാമെന്ന് മനസ്സിലായി. കാരണം ഇതിൽ കൂടെ പല ആളുകളും സക്സസ് ആവുന്നുണ്ടെന്ന് മനസ്സിലായി. ഇതൊരു എന്താണ് പറഞ്ഞ വെറുതെ പറയുന്നതല്ല എന്ന് മനസ്സിലായി. സ്റ്റേജിൽ കോട്ടിട്ട് കയറുന്ന ആൾക്കാരെ മുമ്പ് ഒരു കമ്പനിയുടെ മീറ്റിങ്ങിന് പോയ സമയത്ത് കണ്ട സമയത്ത് പലരും പറഞ്ഞ പോലെ ഞാനും പറഞ്ഞു, ഈ കോട്ടിട്ട് കയറുന്ന ആൾക്കാരെയൊക്കെ വാടകയ്ക്ക് എടുത്തുകൊണ്ട് വെച്ചാണ്. കാരണം ഇത് ആളുകളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് കുറെ ആളുകളെ കോട്ടും കൊടുത്ത് വാടകയ്ക്ക് സ്റ്റേജിൽ കയറ്റി പറയിപ്പിക്കുകയാണ്, അല്ലാതെ ഇങ്ങനൊന്നും നടക്കുന്ന കാര്യമല്ല എന്ന് പറഞ്ഞിറങ്ങിപ്പോകും. ഒന്ന് രണ്ട് പ്രാവശ്യം അതിന്റെ മനസ്സിലാക്കാൻ ശ്രമിച്ചില്ല. ഇവിടെ വന്നപ്പോഴും എനിക്ക് അങ്ങനെ ഒരു ധാരണയുണ്ടായിരുന്നു, കോട്ടിട്ട് കയറുന്ന ആൾക്കാരൊന്നും പ്രോപ്പറായിട്ടല്ല, അതൊരു ഷോ വർക്ക് ആണെന്നുള്ളത്. പക്ഷെ അതല്ല എന്ന് കുറച്ച് കഴിഞ്ഞും ബോധ്യപ്പെട്ടു. ആ കോട്ടിട്ട് കഴിയുന്ന ആൾക്കാരൊന്നും ഷോ അല്ല, അത് റിയാലിറ്റി ആണെന്ന് മനസ്സിലായി. അങ്ങനെയാണ് അതിനെപ്പറ്റി മനസ്സിലാക്കാൻ ശ്രമിച്ചു. കുറച്ചുകൂടി സീരിയസ് ആയിട്ട് എടുത്ത് 500 1000 ഒക്കെ വരാൻ തുടങ്ങിയ സമയത്ത് ആലോചിച്ചു, ആ കൊള്ളാമല്ലോ, ഒരു ശമ്പളത്തിനോടൊപ്പം ഒരു 500 1000 വന്നാൽ പെട്രോൾ അടിക്കാൻ തികയില്ലേ. അങ്ങനെയാണ് എൻ്റെ ആർസിഎം ജീവിതം ആരംഭിക്കുന്നത്. പോകെ പോകെ എൻ്റെ വീട്ടിൽ ആർസിഎമ്മിന്റെ ഉൽപ്പന്നങ്ങൾ, ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ എണ്ണം കൂടി വന്നു. ആർസിഎം പങ്കെടുക്കുന്ന മീറ്റിങ്ങുകളുടെ എണ്ണം കൂടി വന്നു. ആർസിഎമ്മിലെ ആളുകളെ കൂടുതൽ ആളുകളെ, ലീഡേഴ്സിനെ പരിചയപ്പെട്ടു തുടങ്ങി. അവരോട് സംസാരിക്കാനുള്ള അവസരം കൊടുത്ത് വന്നു തുടങ്ങി. അങ്ങനെ കുറച്ച് കൂടുതൽ സമയം ആർസിഎമ്മിലേക്ക് ചെലവാക്കി തുടങ്ങിയ സമയത്ത് എനിക്കൊരു കാര്യം ബോധ്യമായി, ഇതല്ലേ ഞാൻ ഇത്രയും കാലം തേടി നടന്നത്. എൻ്റെ ഉള്ളിൽ നിന്നും പല മീറ്റിങ്ങുകളും ക്ലാസ്സുകളും കേട്ട സമയത്ത് അവിടെ എല്ലാം സ്വപ്നത്തെ പറ്റിയും, സ്വപ്നം കാണുന്നതിനെ പറ്റിയും, ജീവിതത്തിൽ ലക്ഷ്യബോധം ഉണ്ടാക്കുന്നതിനെ പറ്റിയും ഒക്കെ പല ക്ലാസ്സുകളിലും പലരും പരാമർശിക്കുന്ന സമയത്ത് അത്രയും കാലമില്ലാത്ത ചിന്തകൾ എൻ്റെ മനസ്സിലുണ്ടെന്ന് വന്നു. ഓ, സ്വപ്നങ്ങൾ, ലക്ഷ്യബോധം. നമ്മൾ പലപ്പോഴും നമ്മുടെ ലൈഫിൽ ലക്ഷ്യബോധം എന്നുള്ള സാധനം ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. നിന്റെ നെക്സ്റ്റ് 5 ഇയേഴ്സ്, നെക്സ്റ്റ് 10 ഇയേഴ്സ് നീ എന്ത് ചെയ്യണം, അല്ലെ? ഒരു 20 വയസ്സിലെ കുട്ടിയോട് നീ 30 വയസ്സാകുമ്പോഴേക്കും നീ ഇന്ന രീതിയിൽ നിന്റെ ലൈഫ് വരും, അപ്പോഴത്തേക്ക് ഇത്രത്തോളം ആവശ്യങ്ങൾ വരും, നീ ഈ രീതിയിൽ അതിനെ പ്ലാൻ ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നില്ല പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇവിടെ പറഞ്ഞു തരാൻ തുടങ്ങി, സാമ്പത്തിക ആവശ്യങ്ങളെ പറ്റി ചിന്തിക്കാൻ തുടങ്ങി. അതായത് ചിന്തിക്കാനുള്ള ഒരു ത്വര എൻ്റെ ഉള്ളിൽ വളർന്നു. ഇത് കേൾക്കും തോറും ചിന്തിക്കാനുള്ള ത്വര എന്നിൽ വളർന്നു. ഇങ്ങനെ പോയാൽ പറ്റില്ലല്ലോ. അവിടുന്ന് തുടങ്ങി എൻ്റെ ആർസിഎമ്മിലെ യാത്ര. കുറച്ച് സീരിയസ് ആയി. 6 മണിക്ക് ശേഷം ഇറങ്ങിയ സമയങ്ങളിൽ ആളുകളെ കാണാൻ പോകാൻ തുടങ്ങി. കുറെ ആളുകൾ ജോയിൻ ചെയ്തു, അവരുടെ കൂടെ പ്രവർത്തിക്കാൻ തുടങ്ങി. ശരിക്കും പറയണമെങ്കിൽ പ്രവർത്തിക്കേണ്ട എങ്ങനെയാണെന്ന് അറിയില്ല, കാര്യമായിട്ട് ആരും പറഞ്ഞു തന്നില്ല. പക്ഷെ എന്റെ ഇഷ്ടത്തിന് പ്രവർത്തിക്കാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകളും നഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പതുക്കെ 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 എന്റെ ആർസിഎം ജീവിതം വളർന്നു. 2016 17 സമയങ്ങളൊക്കെ ആയപ്പോഴേക്ക് എന്തുകൊണ്ട് ഇതിനെ ഒരു പ്രൊഫഷൻ ആക്കാൻ ആലോചിച്ചൂടാ എന്നുള്ള ആലോചന വന്നു. ഞാൻ വിചാരിച്ച ആർസിഎമ്മിൽ കൂടെ കിട്ടുന്ന പണം കൊണ്ട് ജീവിക്കുന്ന ഒരു ഘട്ടം വരികയാണെങ്കിൽ, ആർസിഎമ്മിലെ പണം കൊണ്ട് ഞാൻ എന്റെ മനസ്സിൽ തീരുമാനമെടുത്തു, ഒരു 1500 2000 3000 രൂപയ്ക്ക് അടുത്ത് വരുമാനം വരുന്ന ഘട്ടം ഈ ഓപ്പണർ ഈഗിളിന് താഴെ നിൽക്കുന്ന ലെവലാണ് കുറെ കാലം ഉണ്ടായിരുന്നത്. ആർസിഎം കൊണ്ട് ജീവിക്കുന്ന ഒരു വരുമാനം കിട്ടുന്ന, ആർസിഎം കൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരു ഘട്ടം, അതായത് എന്റെ ജോലിയിലുള്ള ശമ്പളം എടുക്കാതെ ഒരു 3-4 മാസമെങ്കിലും ആർസിഎം കൊണ്ട് മാത്രം ജീവിക്കാൻ പറ്റുന്ന ഒരു ഘട്ടം എത്തുകയാണെങ്കിൽ ഞാൻ എന്റെ ജോലി ക്വിറ്റ് ചെയ്യുമെന്ന് തീരുമാനിച്ചിരുന്നു. പക്ഷെ പോകെ പോകെ മനസ്സിലായി അങ്ങനെ സംഭവം ഉണ്ടാവില്ല. കാരണം നമ്മൾ ടൈം ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ അവിടെ മണിയായി മാറുള്ളൂ എന്ന് മനസ്സിലായി. പിന്നെ ആലോചിച്ചില്ല, ഞാൻ ഒരു റിസ്ക് എടുക്കാൻ തീരുമാനിച്ചു. ഞാൻ എൻ്റെ ജോലി റിസൈൻ ചെയ്യാൻ തീരുമാനിച്ചു. 2018 ഫെബ്രുവരി മാസം എൻ്റെ റെസിഗ്നേഷൻ ലെറ്റർ ഞാൻ എൻ്റെ HR സമർപ്പിച്ചു. റെസിഗ്നേഷൻ ലെറ്റർ സമർപ്പിക്കുന്ന സമയത്ത് ഞാൻ അവിടെ എനിക്ക് പ്രൊമോഷൻ ലെറ്റർ തരാൻ വേണ്ടി എന്നെ വെയിറ്റ് ചെയ്യായിരുന്നു.
അസിസ്റ്റന്റ് മാനേജറായിട്ട്. പക്ഷെ ആ സമയത്ത് എനിക്ക് ആർ സി എമ്മിൽ കിട്ടുന്ന വരുമാനം, ഞാൻ ആർ സി എമ്മിൽ ഒരു ഈഗിൾ പിൻ അച്ചീവറാണ്. ഞാൻ റെസിഗ്നേഷൻ കൊടുക്കുന്ന മാസം എന്റെ ടോട്ടൽ പർച്ചേസ് വോളിയം 1,26,000 ഇതിൽ ഭൂരിപക്ഷം ആൾക്കറിയാം ഒരു ഈഗിൾ പിൻ അച്ചീവർക്ക് എത്ര വരുമാനം ഉണ്ടാവുന്നത്. 1,26,000 ടോട്ടൽ ബിസിനസ്സിൽ ഒരാൾക്ക് എത്ര വരുമാനം ഉണ്ടാവുന്നത്. പക്ഷെ ആ സമയമായപ്പോഴേക്ക് എനിക്കൊരു കാര്യം ബോധ്യമായിട്ടുണ്ടായിരുന്നു, എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. ആർ സി എമ്മിൽ എനിക്ക് 100% വിശ്വാസം ഉണ്ടായിരുന്നു. ടി സി ജബ്ര എന്നുള്ള വ്യക്തിയിൽ എനിക്ക് 100% വിശ്വാസം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ എനിക്കിത് കഴിയുമെന്നുള്ള വിശ്വാസം, എനിക്കിത് കഴിയും, ആ വിശ്വാസം എന്നിൽ ഉറപ്പിക്കാൻ എനിക്ക് കഴിയും. ഇറങ്ങി 2018 ഏപ്രിൽ മാസം ഞാൻ എൻ്റെ ജോലി വിട്ട് ഫുൾ ടൈം ഇറങ്ങി. പിന്നെ അവിടുന്ന് ഒരു ഫുൾ ടൈമർ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളും പ്രതിസന്ധികളും എല്ലാം ഉണ്ടായിരുന്നു, പ്രയാസങ്ങളുണ്ടായിരുന്നു. പക്ഷെ എത്തിപ്പിടിച്ചാലേ പറ്റൂ. സെയിൽസ് അറിയാത്ത, മാർക്കറ്റിംഗ് അറിയാത്ത, ആളുകളോട് പറഞ്ഞ ശീലമില്ലാത്ത ഞാൻ അവിടുന്ന് ഇതെല്ലാം ചെയ്തു തുടങ്ങി. ഒരു 6 മാസം കൂടെ 2018 നവംബറിൽ ഞാൻ ആർ സി എമ്മിലെ സ്റ്റാർ പിൻ അച്ചീവറായി. 24,650 രൂപ എൻ്റെ ആദ്യത്തെ സ്റ്റാർ ആയപ്പോൾ വരുമാനം. 3,65,000 ടോട്ടൽ വോളിയം. പക്ഷെ അത് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ അവിടെ നിന്ന് അങ്ങോട്ടാണ് ഞാൻ പറയുകയാണെങ്കിൽ സ്റ്റാർ ആയതിനു ശേഷമാണ് ശരിക്കും ഞാൻ ആർ സി എമ്മിനെ മനസ്സിലാക്കി തുടങ്ങിയത്. ആർ സി എം എന്താണെന്നും അതോടൊപ്പം തന്നെ എന്റെ പോരായ്മകളും എന്റെ മിസ്റ്റേക്കുകളും മനസ്സിലാക്കി തുടങ്ങിയത്. ശരിക്കും ഇതൊരു ഒരു ഒരു ഗെയിം പോലെയാണ്, ഒരു കലയാണ്. നമ്മൾ സ്വായത്തമാക്കേണ്ട ഒരു അടിസ്ഥാനമായ ഒരു കലയുണ്ട് ഇവിടെ. മനുഷ്യനെ മാനേജ് ചെയ്യുക, മാൻ മാനേജ്മെന്റ്. മാൻ മാനേജ്മെന്റ് എന്നുള്ള കല സ്വായത്തമാക്കിയാൽ ഇവിടെ കാര്യങ്ങൾ വളരെ എളുപ്പമാണ്. മാൻ മാനേജ്മെന്റ്, മറ്റുള്ളവരെ മാനേജ് ചെയ്യുക, മറ്റുള്ളവർക്കൊപ്പം സഞ്ചരിക്കുക. വ്യത്യസ്ത സ്വഭാവക്കാരായിട്ടുള്ള, വ്യത്യസ്ത സാമൂഹ്യ പശ്ചാത്തലമുള്ള, വ്യത്യസ്ത കൾച്ചറുകളുള്ള ആളുകളെ നമ്മൾ അവരെ ചേർത്ത് നിർത്തി ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുക. അവിടെ നമ്മൾ വേറെ ഒന്നുമില്ല, നമ്മൾ മാറുക എന്നുള്ളതാണ്. നമ്മൾ വെള്ളം പോലെയായി മാറിയാൽ, വെള്ളം എങ്ങനെയാണ്, ഏത് പാത്രത്തിൽ ഒഴിക്കുന്നോ ആ പാത്രത്തിന് ഷേപ്പായി വെള്ളം മാറും. പരന്ന പാത്രത്തിൽ വെള്ളം പരന്ന പോലെ ഇരിക്കും, ഉരുണ്ട പാത്രത്തിൽ ഉരുണ്ട പോലെ ഇരിക്കും. നമ്മൾ ആരോട് ഇടപെടുന്നോ അതേപോലെ നമ്മളായി മാറുക. നമ്മുടെ കൂടെ വരുന്ന ആൾക്കാരെ ചേർത്ത് നിർത്താനും അവർക്കൊപ്പം സഞ്ചരിക്കാനും അവർക്കൊപ്പം ചിന്തിക്കാനും അവർക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള മാനസികാവസ്ഥയിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ആർ സി എമ്മിലെ വിജയം വളരെ എളുപ്പമായിരിക്കും. ഞാൻ സ്റ്റാർ ആയ ശേഷം 1 വർഷം ഞാനത് പഠിച്ചു. കാരണം സ്റ്റാർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്ത ലെവലിലേക്ക് എത്തിയ സമയത്ത് ശരിക്കും ഇറങ്ങിച്ചെന്നു, ആളുകളിലേക്ക് ഇറങ്ങിച്ചെന്നു. വെയിലും മഴയും ഒന്നും നോക്കാതെ, ദൂരം നോക്കാതെ ആ ഒരു ഓട്ടത്തിന്റെ ഫലമായിട്ട് സ്റ്റാറിന്ന് ഡയറക്റ്റ് ആയിട്ട് പ്ലാറ്റിനത്തിലേക്ക് വന്നു 2019 നവംബറിൽ. 8 വർഷം കൊണ്ട്. പിന്നെ ഘട്ടം ഘട്ടമായിട്ടുള്ള മാറ്റമായിരുന്നു. പിന്നെ കൊറോണ കാലഘട്ടമായി. 2020 ഏകദേശം ഒരു ജൂലൈ ആയപ്പോഴേക്ക് ഏകദേശം ആർ സി എമ്മിന്റെ സ്റ്റാർ പ്ലാറ്റിനമായി. ടോട്ടൽ 2 സൈഡിലും 5 ലക്ഷത്തിന് മേലെ വോളിയം വന്നിട്ടാണ് സ്റ്റാർ പ്ലാറ്റിനം ആയത്. ഒക്ടോബർ മാസത്തിൽ 15 ലക്ഷത്തിന് മേലെ വോളിയം വന്നുകൊണ്ട് ഞാൻ ആർ സി എമ്മിലെ പേൾ അച്ചീവറായി. 1 വർഷം കഴിഞ്ഞ് 2021 സ്റ്റാർ പോളായി. ഏകദേശം 26 ലക്ഷം വോളിയം ഉണ്ടായി സ്റ്റാർ പോൾ ആ സമയത്ത്. കഴിഞ്ഞ ഓഗസ്റ്റിൽ ഞാൻ എമറാൾഡായി. ഏകദേശം 60 ലക്ഷത്തിനടുത്ത് വോളിയം എമറാൾഡായ സമയത്ത്. ഇന്ന് തിരിഞ്ഞാലോചിക്കുമ്പം ഇത് എങ്ങനെ സംഭവിച്ചു എന്ന് വെച്ചാൽ എനിക്കറിയില്ല എങ്ങനെ സംഭവിച്ചു വെച്ചാൽ എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം അറിയാം, എന്താണോ ആർ സി എമ്മിന്റെ സിസ്റ്റം പറയുന്നത്, എന്താണോ ലീഡേഴ്സ് പറയുന്നത്, അതിനപ്പുറം ഞാനൊന്നും ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. അത് തന്നെയാണ് ഇവിടെ ചെയ്യാനുള്ളത്. നമ്മൾ എന്താണോ സിസ്റ്റം പറയുന്നത്, എന്താണോ ലീഡേഴ്സ് പറയുന്നത്, അത് തന്നെ ചെയ്യാം. മറ്റ് കമ്പനികൾ പ്രവർത്തിക്കുന്ന, ഡയറക്ട് സെല്ലിംഗ് കമ്പനികൾ തന്നെ, മറ്റു പല കമ്പനികളിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് വലിയ വലിയ ലീഡേഴ്സ് ഒക്കെ ആർ സി എമ്മിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. പല കാലഘട്ടങ്ങളിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. പലരും ഇവിടെയൊക്കെ സ്ഥാനം വാങ്ങിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. പക്ഷെ അവരൊന്നും ആർ സി എമ്മിൽ സക്സസ് ആവുന്നില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ ഇൻഡസ്ട്രിയിൽ ആർ സി എമ്മിന് വേറിട്ടൊരു വ്യക്തിമുദ്രയുണ്ട്, അല്ലെ വേറിട്ടൊരു ഒരു വഴിയുണ്ട്. മറ്റ് കമ്പനികളോട് ഒരിക്കലും കമ്പയർ ചെയ്യരുത്. ഞാൻ ആ കമ്പനിയിൽ അങ്ങനെയായിരുന്നു, ഈ കമ്പനിയിൽ ഇങ്ങനെയാണ്, അവിടെ അങ്ങനെയല്ല എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. അതിവിടെ വർക്കാവില്ല. ആർ സി എം അത് വ്യത്യസ്തമാണ്, അത് വേറെ ലെവലാണ്. ആളുകളുടെ ജീവിതത്തിലെ ട്രാൻസ്ഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെറും ട്രാൻസ്ഫോർമേഷൻ അല്ല, വിത്ത് ദ പവർ ഓഫ് വാല്യൂസ്, മൂല്യാധിഷ്ഠിതമായിട്ടുള്ള മൂല്യങ്ങൾ കൊണ്ടുള്ള ട്രാൻസ്ഫോർമേഷൻ, മാറ്റമാണ്. ഒരു വ്യക്തിയെ ടോട്ടൽ മാറുകയാണ്. ഞാൻ പറഞ്ഞു ആർ സി എം ഒരു ബിസിനസ് അല്ല. ആർ സി എം ഒരു ബിസിനസ് ആയിട്ടല്ല കാണേണ്ടത്. ഇറ്റ്സ് നോട്ട് ഓൺലി എ ബിസിനസ്, ഇറ്റ്സ് എ ലൈഫ് സ്റ്റൈൽ. ആർ സി എം ഒരു ജീവിത രീതിയാണ്, വേ ഓഫ് ലൈഫാണ് ആർ സി എം. ഇറ്റ്സ് എ ലൈഫ് സ്റ്റൈൽ.
വെറും ആർ സി എം ബിസിനസ്സിലേക്ക് വന്നിട്ട് കാര്യമില്ല, ആർ സി എം പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് കാര്യമില്ല, ആർ സി എം മീറ്റിംഗ് കഴിഞ്ഞിട്ടില്ല. ആർ സി എം ജീവിത രീതി ഏറ്റെടുക്കണം, ആർ സി എം ലൈഫിലേക്ക് കൊണ്ടുവരണം. സക്സസ് ഗ്യാരണ്ടിയാണ്. 100% നമുക്ക് സക്സസ് ഗ്യാരണ്ടി ആർ സി എം എന്നുള്ള ഈ ജീവിത രീതിയിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ഓരോ ഉൽപ്പന്നങ്ങളും ആർ സി എം ആക്കി മാറ്റുന്നു. ആർ സി എമ്മിന് പകരം വെക്കാൻ എന്ത് ഉൽപ്പന്നങ്ങളാണ് നമ്മുടെ മാർക്കറ്റിലുള്ളത്? എന്ത് ഉൽപ്പന്നങ്ങളാണുള്ളത്? ഒന്നുമില്ല. പകരം വെക്കാൻ കഴിയുന്ന ഉൽപ്പന്നങ്ങളില്ല. ഇനി ഉണ്ടെങ്കിൽ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. എന്തിനു ഉപയോഗിക്കണം? കാരണം ആർ സി എം ഉള്ള വേറെ ഒന്നും ഉപയോഗിക്കാൻ കഴിയില്ല, ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഘട്ടം ഘട്ടമായിട്ട് വീട്ടിലെ പ്രൊഡക്റ്റുകളെല്ലാം ആർ സി എം ആക്കി മാറ്റുക. സക്സസ് വളരെ ഗ്യാരണ്ടിയാണ്, 100% ഗ്യാരണ്ടിയാണ് സക്സസ്. ഇപ്പൊ നമുക്ക് ആർ സി എമ്മിന്റെ വളർച്ചയിൽ നമുക്ക് എന്തെല്ലാം നമുക്ക് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് വളരാമെന്നുള്ള ചെറിയൊരു പ്രസന്റേഷൻ കൂടെ ഞാൻ ഷെയർ ചെയ്യുന്നു. സ്ക്രീന് ഷെയർ ഓക്കെ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശ്യാം സാർ, സ്ക്രീൻ ഷെയർ ഓക്കെ അല്ലേ? ഓക്കെ ആണ് സാർ, ഓക്കെ ആണ്. ഓക്കെ. അപ്പോൾ ഒരിക്കൽ കൂടി ഗുഡ് ആർ സി എം. വിജയത്തിലൂടെ കൈവരുന്നതല്ല ശക്തി, നിങ്ങളുടെ പ്രശ്നങ്ങളാണ് നിങ്ങളുടെ ശക്തിയെ രൂപീകരിക്കുന്നത്. ജീവിതത്തിലെ ഏറ്റവും വിഷമകരമായ ഘട്ടത്തിൽ സ്വയം അടിയറവ് പറയില്ല എന്ന് തീരുമാനിച്ചാൽ മതി, അതാണ് നമ്മുടെ ശക്തി. ഗാന്ധിജി പറഞ്ഞ ഈ വാക്കുകൾ അല്ലെ, നമുക്ക് ശരിക്കും നമ്മുടെ പ്രശ്നങ്ങൾ, ഏറ്റവും അധികം പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന വ്യക്തി അവരാണ് ജീവിതത്തിൽ ശക്തമായ. പ്രശ്നങ്ങളില്ലേ നിങ്ങൾക്ക് വളർച്ചയില്ലെന്നാണ്. പ്രശ്നങ്ങളില്ലാത്ത വ്യക്തിക്ക് വളർച്ചയില്ല. പ്രശ്നങ്ങൾ ഉണ്ടാവണം, അത് പരിഹരിക്കണം, അത് പരിഹരിച്ചുകൊണ്ടിരിക്കണം. കഴിഞ്ഞ ദിവസം നമ്മുടെ ടീമിൽ തന്നെ ഒരു വ്യക്തിയോട് സംസാരിച്ചു. അദ്ദേഹം ഒരുപാട് പ്രശ്നങ്ങൾ പറഞ്ഞു, ഒരുപാട് പ്രയാസങ്ങൾ പറഞ്ഞു, ഒരുപാട് പ്രാരാബ്ദങ്ങൾ പറഞ്ഞു, ആർ സി എമ്മിൽ വന്നതിന് ശേഷം ഒരുപാട് ബുദ്ധിമുട്ടുകൾ പറഞ്ഞു. എല്ലാം കഴിഞ്ഞ് അദ്ദേഹത്തിന് ഒരു ഷേക്ക് ഹാൻഡ് കൊടുത്തു, ഒരു കൺഗ്രാജുലേഷൻ പറഞ്ഞു. അദ്ദേഹം വെച്ച് എത്രയും പ്രശ്നങ്ങൾ പറഞ്ഞ സമയത്ത് കൺഗ്രാജുലേഷൻ, അഭിനന്ദനം പറയുന്നു, അതൊരു മര്യാദകേടല്ലേ അല്ലെ? അദ്ദേഹം ചോദിച്ചു എന്താ സാറ് അങ്ങനെ പറഞ്ഞത്, കൺഗ്രാജുലേഷൻ. ഞാൻ പറഞ്ഞു ഇത്രയും പ്രശ്നങ്ങൾ കൂടെ കടന്നു വന്ന നിങ്ങൾക്ക് ഇതെല്ലാം ഫേസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയില്ലേ? നിങ്ങൾക്ക് നാളെ എന്നൊരു വിഷയമല്ല, നിങ്ങളുടെ ലൈഫിൽ ഇനി എന്ത് വന്നാലും ശരി അതൊരു വിഷയമല്ല. നിങ്ങൾക്കൊരു വലിയൊരു സക്സസിലേക്ക് എത്താൻ ഈ ഊർജ്ജം മാത്രം മതി. പ്രശ്നങ്ങളെ നമ്മൾ അതിന്റെ ഓപ്പർച്യൂണിറ്റി എടുക്കുക. എന്ത് പ്രതിസന്ധിയിലും ഒരു ഓപ്പർച്യൂണിറ്റി ഒളിഞ്ഞിരിപ്പുണ്ടാവും, അത് കണ്ടെത്തുക എന്നുള്ള നമുക്ക് നമ്മുടെ സുപ്രധാന പണി. ജീവിതത്തിൽ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും ഉള്ളവർക്കുള്ള ലക്ഷ്യമാർഗമാണ് ആർ സി എം ബിസിനസ്. ജീവിതത്തിൽ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും ഉള്ള ആൾക്കുള്ള ഒരു ലക്ഷ്യമാർഗമാണ് ആർ സി എം. ഞാൻ പറഞ്ഞ ആർ സി എം ഒരു വേ ഓഫ് ലൈഫാണ്, ഒരു മാർഗമാണ് ആർ സി എം. നമ്മുടെ ലക്ഷ്യങ്ങളിലേക്കും സ്വപ്നങ്ങളിലേക്കും നമ്മളെ കൊണ്ടു ചെന്നെത്തിക്കുന്ന ഒരു മാർഗമാണ്, ഒരു ലക്ഷ്യമാണ്. ശരിക്കും ലക്ഷ്യമാർഗമാണ് ആർ സി എം. വി ആർ ലക്കി, നമ്മൾ ഭാഗ്യവാന്മാർ. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഏറ്റവും അനുകൂലമായ സമയത്ത് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി മനസ്സിലാക്കാൻ നമുക്ക് കഴിഞ്ഞു. അതിലേറെ ഈ വ്യവസായത്തിലെ ഇൻഡസ്ട്രിയിലെ ദ ബെസ്റ്റ് ആയ ആർ സി എമ്മിനോടൊപ്പം സഞ്ചരിക്കാൻ കഴിയും. ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിക്ക് ഏറ്റവും അനുകൂലമായ കാലഘട്ടമാണത്, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. എന്തുകൊണ്ടാണ്? ലീഗലായി, ഇൻഡസ്ട്രി ലീഗലായി, ആക്ട് പാർലമെന്റിൽ പാസ്സായി. പറയുകയാണെങ്കിൽ നമുക്ക് കാര്യമായിട്ടൊരു കോമ്പറ്റീഷൻ ഇല്ലാത്തൊരു കാലഘട്ടം ആർ സി എമ്മിന്. എല്ലാവർക്കും അറിയാം ഇൻഡസ്ട്രിയെ, ധൈര്യമായിട്ട് പ്രൊമോട്ട് ചെയ്യാം. അതോടൊപ്പം തന്നെ ആർ സി എം അറിയാത്ത ആളുകളില്ല എന്ന്. എല്ലാവർക്കും ആർ സി എം അറിയാം, ആർക്കും ആർ സി എമ്മിനെ പറ്റി എതിരഭിപ്രായങ്ങളില്ല. ഇതുപോലൊരു നല്ല അനുകൂല സമയം വേറെ വരാനുണ്ട്. ഇനി ഏറ്റവും അനുകൂല സമയത്ത് നമ്മൾ ഇൻഡസ്ട്രിയും പരിചയപ്പെട്ടു, ആർ സി എമ്മിനെ പരിചയപ്പെട്ടു. അപ്പൊ നമുക്ക് നോക്കാം വാട്ട് ഈസ് ഡയറക്ട് സെല്ലിംഗ്, അല്ലെങ്കിൽ വൈ ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്. എന്തിന് നമ്മൾ ഒരു ഡയറക്ട് സെല്ലിംഗ് ബിസിനസ് ഏറ്റെടുക്കണം? വൈ ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്? ഫോർ ഫിനാൻഷ്യൽ ഫ്രീഡം, സാമ്പത്തിക സ്വാതന്ത്ര്യം. കേൾക്കാൻ രസമുള്ള വാക്കുകളാണ് സാമ്പത്തിക സ്വാതന്ത്ര്യം എന്നാല്. പക്ഷെ സാമ്പത്തിക സ്വാതന്ത്ര്യം എന്താണ് എന്നുള്ളതിനെ പറ്റി വലിയ ബോധ്യമൊന്നും നമുക്കില്ല. കാരണം നമുക്കത് അനുഭവിച്ചിട്ടില്ല. നമ്മുടെ കയ്യിലുള്ള പൈസ, ആ പൈസയ്ക്ക് അനുസരിച്ച് നമ്മളെ ചെലവിനെ കൺട്രോൾ ചെയ്യാൻ നമ്മൾ പഠിച്ചിരിക്കുന്നു, അളന്നു മുറിച്ച് ജീവിക്കാൻ നമ്മൾ പഠിച്ചു, അല്ലെങ്കിൽ അങ്ങനെയാണ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് അല്ലെ? വരവളഞ്ഞ് അറന്ന് നമ്മൾ ജീവിക്കാൻ പഠിച്ചു. അവിടെ നമുക്ക് ഇഷ്ടം പോലെ ചെലവാക്കുന്ന ആളുകളെ ധൂർത്തൻ എന്നാ പറയാം. ധൂർത്ത്, ദുർവ്യയം ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ദോഷം ഉണ്ടാക്കുന്ന നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണത്? നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ്? കിട്ടുന്നത് ലിമിറ്റഡ് ആണ്. കിട്ടുന്നത് ലിമിറ്റഡ് ആയതുകൊണ്ട് അത് ചെലവാക്കി കളയാനല്ല. ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറഞ്ഞാൽ എന്താ? സാമ്പത്തിക സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് നമ്മുടെ അക്കൗണ്ടിലെ ബാലൻസ് നോക്കാതെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇഷ്ടമുള്ള അളവിൽ വാങ്ങിച്ച് ഉപയോഗിക്കാൻ കഴിയണം. ഒന്നുകൂടെ ലളിതമായിട്ട് പറഞ്ഞാൽ, നമ്മുടെ എല്ലാ ലക്ഷറി ആവശ്യങ്ങളും കഴിഞ്ഞാലും നമ്മുടെ അക്കൗണ്ടിൽ പൈസ ബാക്കിയുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയാം. ആ ഒരു ഫ്രീഡം നൽകുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്. ടൈം ഫ്രീഡം, സമയ സ്വാതന്ത്ര്യം. ലീവ് ചോദിക്കാതെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് ചെയ്യാൻ കഴിയണം. സാധിക്കില്ല, ഒരു എംപ്ലോയിക്ക് ഒരിക്കലും സാധിക്കില്ല.
ഫോർ റെക്കഗ്നേഷൻ, അംഗീകാരങ്ങൾ. ഇന്ന് നമുക്ക് ഇല്ലാത്ത കാര്യം അംഗീകാരങ്ങൾ. എവിടെ കിട്ടുന്ന അംഗീകാരങ്ങൾ? എന്തിന്റെ അംഗീകാരങ്ങൾ? ഒന്ന് നാലാളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യപ്പെടാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട്. നമ്മുടെ മുഖത്ത് നമ്മൾ എന്തിനാണ് ഭംഗിയാക്കാൻ ശ്രമിക്കുന്നത്? മുഖം ഭംഗിയാക്കാൻ ശ്രമിക്കുന്നത് എന്തിനാ? നമ്മൾ കാണുന്നുണ്ടോ നമ്മുടെ മുഖം? ആണായാലും പെണ്ണായാലും നമ്മുടെ മുഖം ഭംഗിയാക്കാൻ ശ്രമിക്കുന്നു. നമ്മൾ നല്ല വസ്ത്രങ്ങൾ ധരിക്കുന്നു. എന്തിനാണത്? നമ്മൾ കാണുന്നുണ്ടോ അത്? കണ്ണാടി നോക്കുമ്പോഴേ നമ്മൾ കാണുന്നുള്ളൂ. നല്ല മേക്കപ്പ് ഇട്ട് നമ്മൾ കണ്ണാടി നോക്കി പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ കാണുന്നില്ല. ആരെ കാണിക്കാനാണ്? മറ്റുള്ളവരെ കാണിക്കാനാണ്. മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മളെ പ്രസന്റ് ചെയ്യാനാണ്, അംഗീകാരം നേടാനാണ്, നല്ലതാണെന്ന് കേൾക്കാനാണ്. പക്ഷെ ആരെങ്കിലും പറയോ? ഒരു മനുഷ്യൻ പറയില്ല. മോശം എന്തുണ്ടെങ്കിലോ, മുഖത്ത് നല്ല മേക്കപ്പ് ഇട്ട് ഇറങ്ങിയാൽ ഒരു മനുഷ്യൻ നല്ല അടിപൊളി മേക്കപ്പ് ആണല്ലോ, നല്ല ഭംഗിയുണ്ടല്ലോ എന്ന് ഒരു മനുഷ്യൻ പറയില്ല. എന്നാൽ അവിടെ എന്തെങ്കിലും ഒരു കുത്തി ഒരു കറുപ്പോ കുഴിയോ ഉണ്ടെങ്കിലോ, എന്തായി മുഖത്ത് മുഴുവൻ കറുത്തിരിക്കുന്നത് ചോദിക്കും. അത് മുഖത്ത് നോക്കി ചോദിക്കും, നല്ലത് പറയില്ല. അംഗീകാരങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. ഫോർ ബിക്കമിങ് എൻ എന്റർപ്രണർ വിത്തൗട്ട് ഇൻവെസ്റ്റ്മെന്റ്. ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ, മുതൽ മുടക്കില്ലാതെ ഒരു സംരംഭകനാകാൻ, ഒരു ബിസിനസ്സുകാരനാവാനുള്ള വലിയൊരു ഓപ്പർച്യൂണിറ്റി ഇതെല്ലാം ഡയറക്ട് സെല്ലിംഗ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി നമുക്ക് തരുന്നുണ്ട്. അവിടെ വാട്ട് ഈസ് സീക്രട്ട് ഓഫ് സക്സസ് ഇൻ ആർസിംഗ് ബിസിനസ്? ഈ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ ഏറ്റവും പ്രമുഖ, അല്ലെങ്കിൽ ദ ബെസ്റ്റ് എന്ന് പറയാൻ നമുക്ക് ആർസിഎമ്മിനെ. നമ്മുടെ വിഷണറി മാൻ ടി സി ചബ്ര. ആരാണ് വിഷണറി എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം ആർസിഎമ്മിന്റെ MD. അദ്ദേഹം കണ്ട ഒരു സ്വപ്നം, ഇന്ത്യയിൽ ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്സുകൾ കടന്നു വന്ന കാലഘട്ടത്തിൽ, ഏകദേശം ഒരു 90കളുടെ അവസാന കാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ ഡയറക്ട് സെല്ലിംഗ് കമ്പനികൾ കടന്നു വന്നത്. ഡയറക്ട് സെല്ലിംഗ് ബിസിനസ് ഏകദേശം 80 വർഷത്തിലധികമായി ലോകത്ത് നടക്കുന്നുണ്ടെങ്കിലും ഇന്ത്യയിലേക്ക് കടന്നു വന്നത് വിദേശ കമ്പനികളായിട്ടുള്ള പല കമ്പനികളും ഇന്ത്യയിൽ വന്ന് ബിസിനസ് ആരംഭിച്ചപ്പോഴാണ് ഡയറക്ട് സെല്ലിംഗ് ഇന്ത്യയിൽ കടന്നു വന്നത്. ഈ ഒരു ബിസിനസ് മോഡൽ ആളുകൾ പരിചയപ്പെട്ടു തുടങ്ങിയത്. അതിന് മുമ്പേ മണി ചെയിൻ സ്കീമുകളൊക്കെ ഒരുപാടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെന്റ് മണി സർക്കുലേഷൻ ബാനിങ് ആക്ട് 73 പാസ്സാക്കിയത്. ഇപ്പോൾ ഡയറക്ട് സെല്ലിംഗ് എന്നുള്ള ഇൻഡസ്ട്രി ഇവിടെ കടന്നു വന്ന സമയത്ത് നമ്മുടെ രാജസ്ഥാനിലുള്ള ഒരു പ്രമുഖ വ്യവസായി, ഒരു ടെക്സ്റ്റൈൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തി, അദ്ദേഹം ഈ ഇൻഡസ്ട്രിയെ പരിചയപ്പെടാൻ അവസരം ഉണ്ടായി. ആ വ്യവസായിയുടെ പേരാണ് ടി സി ചബ്രാജി. അദ്ദേഹം ഈ ഇൻഡസ്ട്രി പരിചയപ്പെട്ടു. അതിലെ ചില കമ്പനികളെ അദ്ദേഹം പരിചയപ്പെടാൻ അവസരം ഉണ്ടായി. സാധാരണ ഇതിൽ ആളുകൾ ചിന്തിക്കുക എന്താണ്? ഏത് കമ്പനിയാണ് നല്ലതെന്ന് വെച്ചാൽ അവിടെ പ്രവർത്തിക്കാൻ തീരുമാനിക്കില്ല ചെയ്യാം. അദ്ദേഹം ചെയ്താതല്ല. അദ്ദേഹം ചിന്തിച്ചു, ഈ ഒരു ആശയം കൊള്ളാമല്ലോ, ഇടത്തട്ടുകാരെയും പരസ്യം ഒഴിവാക്കിയിട്ട് ഉൽപ്പന്നങ്ങൾ ഉൽപാദകർ നേരിട്ട് വിതരണക്കാരിലെ ഉപഭോക്താവിനെ എത്തിക്കുന്നു. കാശ് മുടക്കി കച്ചവടം ചെയ്യുന്ന ആളുകൾക്ക് കൊടുക്കുന്ന അതേ പൈസ ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ ഇതിന്റെ ഉപഭോക്താവിന് തന്നെ ഈ ഓപ്പർച്യൂണിറ്റി കൊടുത്തിരിക്കുകയാണ്. ഇതിനെ മാർക്കറ്റ് ചെയ്യാനും ഇതിനെ സെയിൽ ചെയ്യാനും ഇതിനെ പരസ്യം ചെയ്യാനുണ്ട്. അവിടെ നമുക്ക് വരുമാനം കൊടുക്കുന്ന സംവിധാനത്തിലേക്ക് നമുക്ക് വരാൻ കഴിഞ്ഞു. കൊള്ളാമല്ലോ ഈ ആശയം. പക്ഷെ ഒരു പ്രശ്നം അദ്ദേഹം കണ്ടത്, ഈ ആശയം നല്ലതാണ്, പക്ഷെ ഇവിടെ ആ ആശയമായിട്ട് വന്നിരിക്കുന്ന കമ്പനികളെല്ലാം പറഞ്ഞ് തന്ന പ്രൊഡക്റ്റുകൾ, ഉൽപ്പന്നങ്ങൾ, അത് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരന് ആവശ്യമുള്ളതാണെന്ന് വെച്ചാൽ അല്ല, അവർക്ക് അത് അഫോർഡബിളുമല്ല, താങ്ങാവുന്ന വിലയിലുമല്ല. പിന്നെ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും നമ്മളെപ്പോലുള്ള ആളുകൾ എന്ത് ചെയ്യാം? വേണ്ട, എനിക്ക് വേണ്ടെന്ന് ഒഴിവാക്കുകയാണെങ്കിൽ അദ്ദേഹം ചെയ്തതല്ല. അദ്ദേഹം ചിന്തിച്ചു, എന്റെ നാട്ടിലെ ബഹുഭൂരിപക്ഷം എന്ന സാധാരണക്കാർക്ക് വേണ്ടി എങ്ങനെ ഇതിനെ ഉപയോഗപ്പെടുത്താം, എന്റെ രാജ്യത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി ഇതിനെ എങ്ങനെ ഉപയോഗപ്പെടുത്താം. അദ്ദേഹം ആകെ ചിന്തിച്ചു. ആ ചിന്തയിൽ നിന്നും ഉടലെടുത്തതാണ് ആർസിഎം എന്ന മഹാപ്രസ്ഥാനം. 25 വർഷം മുമ്പ് 2000 ആരംഭിച്ചു ആർസിഎം. ഏകദേശം 2016 കാലഘട്ടങ്ങളിലാണ് ആർസിഎമ്മിന്റെ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ നിയമാവലികളെല്ലാം വന്നത്. പക്ഷെ 2000 ആരംഭിച്ച ആർസിഎം അന്നേ അത് പാലിച്ചു വരുന്നു. അല്ലെങ്കിൽ ആർസിഎം പോലെയാണ് ഇന്ന് നിയമങ്ങൾ വന്നിരിക്കുന്നത്. വിഷണറി എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. നാളെ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിക്ക് വളർച്ച ഉണ്ടാവുമെന്നും ഈ രീതിയിൽ ആവുമെന്നും അദ്ദേഹം മുൻകൂട്ടി കണ്ടു. അതിനുള്ള തയ്യാറെടുപ്പുകൾ അദ്ദേഹം അന്നേ ആരംഭിച്ചു. ശരിക്കും നമ്മൾ ഭാഗ്യവാന്മാരാണ്. ഇത്രയും ഒരു വിഷണറി ആയിട്ടുള്ള വ്യക്തിയുടെ കൂടെ പ്രവർത്തിക്കാൻ കഴിഞ്ഞ ഭാഗ്യമാണ് നമുക്ക്. 2000 അദ്ദേഹം ആർസിഎം ആരംഭിച്ചു. ആ ആർസിഎം ഇന്ന് 25 വർഷം പിന്നിട്ട് രൂപാന്തര യാത്ര ഇന്ന് പ്രയാണം നടന്നുകൊണ്ടിരിക്കുക ഇന്ത്യയൊട്ടുക്കും. ശരിക്കും നമ്മൾ ഭാഗ്യവാന്മാരല്ലേ? 25 വർഷം പ്രാപ്തിയായ ഒരു കമ്പനികളിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അപ്പൊ അവിടെ വിജയിക്കണമെങ്കിൽ എന്ത് വേണം? അതിനും അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്. വളരെ ലളിതമായിട്ടുള്ള സൂത്രവാക്യം എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് വിജയിക്കണമെങ്കിൽ ഒരു 6 അടിസ്ഥാന പാഠങ്ങൾ. ഈ അടിസ്ഥാന പാഠങ്ങൾ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്താൽ മതി. ആർസിഎമ്മിൽ വിജയം സുനിശ്ചിതമാണ്. 6 ബേസിക്സ് അറിയാൻ നിങ്ങൾക്ക് എല്ലാവരും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാലും ഓർമ്മിക്കാൻ പറയാണ്, യൂസ് ആൻഡ് പ്രൊമോട്ട് പ്രോഡക്റ്റ് 100%. 100% ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. 100% ഒന്നിനും കുറവ് വരുത്തരുത്. 100% പ്രൊഡക്റ്റ് ഉപയോഗിക്കുക. നമ്മൾ പല ആളുകളും പല പ്രൊഡക്റ്റുകളും ഉപയോഗിക്കാതെ വിടുന്നുണ്ട്. പ്രത്യേകിച്ച് ടെക്സ്റ്റൈൽസുകള്, ചപ്പലുകള്, ന്യൂട്രീഷൻ സപ്ലിമെന്റുകളാണെങ്കിലും ശരി, നമുക്ക് പലതും വേണ്ടാന്ന് വെച്ച് ഒഴിവാക്കി വിടുന്നുണ്ട്. നമുക്ക് അത്യാവശ്യം BV ഒപ്പിക്കാൻ വേണ്ടി മാത്രം. അല്ല, 100% ഉപയോഗിക്കണം.
നമ്മുടെ കമ്പനിയാണ്, നമ്മളാണ് പ്രൊമോട്ട് ചെയ്യേണ്ടത്. മേക്ക് എ ലിസ്റ്റ് ഓഫ് പ്രോസ്പെക്ട്സ് ആൻഡ് ഡ്രീംസ്. നമ്മുടെ സ്വപ്നങ്ങളുടെയും നമ്മുടെ പ്രോസ്പെക്ട്സിന്റെയും ഒരു ലിസ്റ്റ് ഉണ്ടാക്കി വെക്കുക. കോൺടാക്ട് ആൻഡ് ഇൻവൈറ്റ്, ഷോ ദ പ്ലാൻ ആൻഡ് പ്രൊഡക്ട്സ് ആൻഡ് ഫോളോ അപ്പ്, ദെൻ സ്റ്റാർട്ട് അപ്പ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ. സൗണ്ട് ചിലപ്പോൾ ഒരു ഡിസ്റ്റർബൻസ് വരാൻ സാധ്യതയുണ്ട്. ഞങ്ങളിവിടെ ഒരു വിജയാഹ്ലാദം പ്രകടനം പോയിക്കൊണ്ടിരിക്കുന്ന റോഡിൽ കൂടെ 2 മിനിറ്റ് എന്തായാലും ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പം ഈ ഒരു 6 അടിസ്ഥാന പാഠങ്ങളാണ് നമുക്ക് ആർട്സിൽ സക്സസ് ആവുന്നത്. ഇത് വിട്ടൊരു കളിയില്ല. ഞാൻ പറയണേ, ഈ ഒരു കളി പല ആൾക്കും നിങ്ങൾ സ്വയം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ 6 ബേസിക് സ്റ്റെപ്പിൽ കൂടെ ആണോ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് പൂർണ്ണമായിട്ടും? ഇതിൽ ഏതെങ്കിലും നമ്മൾ ചെയ്യാതെ വിട്ടുപോകുന്നുണ്ടോ? ചെയ്യാതെ വിട്ടുപോകുന്നുണ്ടെങ്കിൽ നമ്മുടെ വിജയം സ്ലോ ആവും. നമ്മൾ വിചാരിച്ച സമയത്ത് എത്തില്ല. വിചാരിച്ച സമയത്ത് നമുക്ക് സക്സസിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിയില്ല. 6 ബേസിക് സ്റ്റെപ്പ് അതൊരിക്കലും വിട്ടുപോകരുത്. 6 ബേസിക്സ്. നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ പ്രൊഫഷൻ. നമ്മൾ പ്രവർത്തിക്കുന്ന ഈ ഒരു മേഖല, പ്രൊഫഷൻ എന്താണ്? അണ്ടർസ്റ്റാൻഡ് അവർ പ്രൊഫഷൻ. ഒരു മിനിറ്റ് സൗണ്ട് വല്ലാതെ ഡിസ്റ്റർബൻസ് ആകുന്നുണ്ട്. നമ്മൾ പ്രവർത്തിക്കുന്ന ഈ മേഖല, ഈ ഒരു തൊഴിൽ മേഖല, പല ആളുകൾക്കും നമുക്ക് ആർസിബിൽ കടന്നു വന്നതിന്റെ പലപ്പോഴും പറ്റുന്നൊരു പ്രശ്നം വെച്ചാൽ, നമ്മൾ ശരിക്കും നമ്മൾ ആരാണെന്നതിനെ പറ്റി നമുക്കൊരു ബോധ്യമില്ല. നമ്മൾ ആരാണ്, ആർസിബിൽ എന്റെ റോൾ എന്താണ് ഞാനിവിടെ ചെയ്യേണ്ടത്, നമുക്ക് ശരിക്കും ഒരു ബോധ്യം വരുന്നില്ല. ആരാണ് ഞാൻ? ശരിക്കും നമ്മൾ അതിനൊരു ബോധ്യം ഉണ്ടാക്കണം. ആരാണ് ഞാൻ എന്നുള്ളത്, ആർസിബിൽ ആരാണ് ഞാൻ? ശരിക്കും ഞാനൊരു എക്സാമ്പിൾ പറയാം. നിങ്ങൾ ആർസിബിൽ വരുന്നതിന് മുമ്പ് നിങ്ങൾ എല്ലാവരും ചിന്തിക്കുക. ഒരു സൂമിലായതുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ നിർവാഹമില്ല. എന്നാലും നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിക്കുക. ആർസിബിൽ വരുന്നതിന് മുമ്പ് എവിടെ നിന്നായിരുന്നു സാധനം വാങ്ങിച്ചുകൊണ്ടിരുന്നത്? ഉത്തരം ലളിതമാണ്. നമുക്കറിയാം എവിടുന്നാണ് നമ്മുടെ തൊട്ടടുത്തുള്ള കടകളിൽ നിന്ന് സാധനം വാങ്ങിച്ചുകൊണ്ടിരുന്നത്. ഈ സാധനങ്ങൾ ഏത് വിലയ്ക്കാണ് വാങ്ങിച്ചുകൊണ്ടിരുന്നത്? ഉത്തരം ഞാൻ തന്നെ പറയുന്നു, MRP വിലയ്ക്കാണ് സാധനം വാങ്ങിച്ചുകൊണ്ടിരുന്നത്. അപ്പം ആർസിബിൽ വരുന്നതിന് മുമ്പ് നമ്മൾ വാങ്ങിച്ച സാധനങ്ങൾ MRPക്ക് വാങ്ങിച്ചുകൊണ്ടിരുന്നു. MRPക്ക് സാധനം വാങ്ങിക്കുന്ന നമ്മളെ എന്താ വിളിക്കുക? ഉപഭോക്താവ് എന്നാണ് വിളിക്കുക. കസ്റ്റമറാണ്. MRPക്ക് സാധനം വാങ്ങിക്കുന്ന വ്യക്തി ഉപഭോക്താവാണ്, കസ്റ്റമറാണ്. കസ്റ്റമറായ നമ്മൾക്ക് സാധനം തരുന്ന കടക്കാരൻ, അയാൾക്ക് ഏത് വിലയ്ക്കാണ് സാധനം കിട്ടുന്നത്? അയാൾക്ക് സാധനം കിട്ടുന്നത് ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസിൽ അല്ലെങ്കിൽ ഹോൾസെയിൽ പ്രൈസിൽ. ആ ഹോൾസെയിൽ പ്രൈസിൽ വാങ്ങുന്ന സാധനം അയാൾ നമുക്ക് MRPക്ക് വിൽക്കുന്നു. അതാണ് അയാളുടെ ലാഭം. അപ്പൊ ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസിൽ അല്ലെങ്കിൽ ഹോൾസെയിൽ വിലയ്ക്ക് സാധനം വാങ്ങുന്ന വ്യക്തിയെ നമ്മൾ എന്താ വിളിക്കുക? ബിസിനസ്സുകാരെന്ന് വിളിക്കും. ശ്രദ്ധിക്കുക, ഓർമ്മിച്ച് വെക്കുക. MRPക്ക് സാധനം വാങ്ങുന്ന നമ്മള് ഉപഭോക്താവാണ്, കസ്റ്റമറാണ്. ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസിൽ സാധനം വാങ്ങുന്ന കച്ചവടക്കാരൻ ബിസിനസ്സുകാരനാണ്. അയാൾ ഉപഭോക്താവെന്ന് വിളിക്കില്ല. അയാൾക്ക് മുകളിൽ ഏജൻസികളൊക്കെ ഉണ്ടാവും. ഇനി നമുക്ക് ആർസിബിലേക്ക് വരാം. ആർസിബി പരിചയപ്പെട്ട് ഒരു പക്ഷേ നമ്മൾ MRPക്ക് സാധനം ഉണ്ടാവാതിരിക്കാം. MRPക്ക് സാധനം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉപഭോക്താവായിരുന്നു. പക്ഷേ ഇപ്പം ആർസിബിൽ ഇരിക്കുന്നതിൽ ഒരു നല്ല ശതമാനം ആളുകൾ, എനിക്ക് ഉറപ്പാണ്, എല്ലാവരും DP പ്രൈസിൽ, ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസിലാണ് സാധനം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നിങ്ങൾ ആരെങ്കിലും സ്വയം ഒരു ബിസിനസ്സുകാരനായിട്ടൊക്കെ ചിന്തിക്കുന്നുണ്ടോ? ഇപ്പോൾ നമ്മൾ ആർസിബിന്റെ ഉപഭോക്താക്കളെന്നല്ല ചിന്തിക്കുന്നത്. നമ്മുടെ ചിന്താഗതിയിൽ ഞാൻ ആർസിബിന്റെ ഒരു കസ്റ്റമർ ആണെന്നല്ല ചിന്തിക്കുന്നത്. നമ്മൾ കസ്റ്റമർ ആണെങ്കിൽ ശരിക്കും നമ്മൾ സാധനം വാങ്ങേണ്ടത് MRPക്കാണ്. അതായത് MRPക്ക് സാധനം വാങ്ങിച്ച് ഉപയോഗിക്കുന്ന വെറും കസ്റ്റമർ ആളായിട്ട് നമ്മൾ മാറിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ അത് പിന്തുടർന്നുകൊണ്ടിരിക്കുക. MRPക്കാണ് സാധനം വാങ്ങിക്കുന്നത്, അല്ല ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസിൽ സാധനം വാങ്ങിക്കുന്നത് ഒരു കസ്റ്റമറാണ് നമ്മളിപ്പോ. അതുകൊണ്ടാണ് നമ്മുടെ ബിസിനസ്സിൽ വളർച്ച ഉണ്ടാവുന്നത്. കാരണം നമ്മൾ ബിസിനസ് ചെയ്യുന്നില്ല. ഒരു 2500, 1500, 2500, 5000 PV കൺസിസ്റ്റൻസിക്ക് വേണ്ടി ചെയ്യുന്നു. അതിനപ്പുറത്തേക്ക് നമ്മളൊരു ബിസിനസ്സിന് എന്താ ചെയ്യുന്നത്? പലപ്പോഴും പലരും പറയാറുണ്ട്, ഞാൻ എല്ലാ മാസവും 5000 PV ചെയ്യുന്നുണ്ട്, എനിക്കൊന്നും കിട്ടുന്നില്ല എന്ന് പറയും. ഈ 5000 PV ചെയ്യുന്ന ഉൽപ്പന്നങ്ങള് നമ്മൾ ഇത്രയും കാലം മറ്റു കമ്പനിയിൽ നിന്ന്, മറ്റു കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ടിരുന്നല്ലേ 1000 രൂപയ്ക്കുള്ള സാധനങ്ങൾ, അല്ലെങ്കിൽ അതിനേക്കാളും കൂടി വിലയ്ക്ക് അന്ന് നമുക്ക് എന്തെങ്കിലും കിട്ടിയിരുന്നോ? പിന്നെ ഇവിടെ എങ്ങനെ കിട്ടുന്നില്ലെന്ന് പറയാം? നമ്മുടെ റോള് തിരിച്ചറിയാത്തോണ്ടാ, നമ്മൾ ആരാൻ തിരിച്ചറിയാത്തോണ്ടാ. നമ്മുടെ പ്രൊഫഷൻ എന്താണ്? നമ്മുടെ പ്രൊഫഷൻ ഇൻഡസ്ട്രിയിൽ പറഞ്ഞു ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി ആണ്. നമ്മുടെ പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ആണ് നമ്മുടെ പ്രൊഫഷൻ. സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്, അതാണ് പ്രൊഫഷൻ ശരിക്കും. അതൊന്നും ഒരു തിരിച്ചറിവുണ്ടാവും. നമ്മൾ ഉൽപ്പന്നങ്ങൾ സെയിൽ ചെയ്യണം, അതിനെ മാർക്കറ്റ് ചെയ്യണം, സെയിൽ ചെയ്യാനുള്ള അന്തരീക്ഷം സൃഷ്ടിക്കണം. പക്ഷെ ഇവിടെ മറ്റുള്ള ആളുകൾക്ക് അപേക്ഷിച്ച് നമുക്കുള്ളൊരു ഗുണം വെച്ചാൽ നമുക്ക് 2 കാര്യങ്ങളോടെ വിൽക്കാനുണ്ട്.
സാധാരണ ബിസിനസ് ചെയ്യുന്ന ആൾക്ക് ഒരു കാര്യം മാത്രമേ വിൽക്കാനാണെങ്കിൽ ഇവിടെ നമുക്ക് രണ്ട് കാര്യങ്ങൾ വിൽക്കാനുണ്ട്. എന്താണ്? ഉൽപ്പന്നങ്ങൾ മാത്രമല്ല ഇവിടെ വിൽക്കാനുള്ളത്, ഓപ്പർച്യൂണിറ്റിയും വിൽക്കാനുണ്ട്. ഈക്വൽ ഓപ്പർച്യൂണിറ്റി നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ കഴിയും. സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്. അപ്പൊ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ആണ് നമ്മുടെ പ്രൊഫഷൻ എങ്കിൽ നമ്മൾ അതിനു വേണ്ടി കുറച്ച് തയ്യാറെടുപ്പുകൾ നടത്തേണ്ടതുണ്ട്. നമ്മുടെ സമയാസമയങ്ങളിൽ നമ്മുടെ സിസ്റ്റം നമുക്കത് പറഞ്ഞു തരുന്നുണ്ട്, നമ്മുടെ തയ്യാറെടുപ്പുകൾ. അതിന്റെ ഭാഗമായിട്ട് ജീവിക്കുന്ന ആൾക്ക് സക്സസ് ഗ്യാരണ്ടി വന്നിട്ടുണ്ട്. അപ്പം എന്താണ് ക്വാളിറ്റീസ് ഓഫ് എ സെയിൽസ് പേഴ്സൺ? ഒരു സെയിൽസ് പേഴ്സൺ ആണെങ്കിൽ അദ്ദേഹത്തിന് വേണ്ട ക്വാളിറ്റീസ് നിൽക്കുക. എന്തെല്ലാം ക്വാളിറ്റീസ് ഉണ്ടെങ്കിൽ നമുക്കൊരു നല്ലൊരു സെയിൽസ് പേഴ്സൺ ആയി മാറാം. സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ആണ് ലോകത്തിലെ ഏറ്റവും അധികം വരുമാനം കൊടുക്കുന്ന മേഖല. മറ്റെന്ത് തൊഴിലിനേക്കാളും വരുമാനം ഏറ്റവും അധികം കിട്ടുന്ന, ഏറ്റവും അധികം ആളുകൾ ജോലി ചെയ്യുന്ന മേഖല സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ആണ്. മറ്റേത് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗിൽ മേഖലയിലാണെങ്കിലും അവിടെ എല്ലാം ഒരു ബോസ് ഉണ്ടാവും. ആ ബോസിന് വേണ്ടി ജോലിയാണ് ചെയ്യുന്നത്, ശമ്പളത്തിന് വേണ്ടി ജോലി ചെയ്യുന്നു, അല്ലെങ്കിൽ കമ്മീഷന് വേണ്ടി ജോലി ചെയ്യുന്നു. ഇവിടെയോ, ഇവിടെ നമ്മളുടെ വരുമാനം നമ്മൾ കണ്ടെത്തുന്നു. നമ്മൾ കമ്മീഷൻ സെയിൽസ് ആണ്. നമുക്ക് തീരുമാനിക്കാം നമുക്ക് എത്ര വേണം എന്നുള്ളത്. നമ്മൾ ആരും നിയന്ത്രിക്കാനില്ല. ആ നിയന്ത്രിക്കാനില്ലാത്തത് കൊണ്ടാണ് നമ്മൾ വിചാരിച്ചവർ സക്സസ് ആവാത്തത്. പക്ഷെ അപ്പൊ ആ നിയന്ത്രണം നമ്മൾ ഏറ്റെടുക്കണം. എന്തൊക്കെ ക്വാളിറ്റീസ് വേണം? ഗുഡ് ലിസണിങ് സ്കിൽസ്. കേൾക്കാനുള്ള ഒരു മനസ്സുണ്ടാവണം. കേൾക്കാനുള്ള ഒരു മനസ്സ് പല ആളുകൾക്കും ഇന്ന് ഇല്ലാത്തത് അതിനാണ്. കേൾക്കാനുള്ള ഒരു മനസ്സില്ല, ക്ഷമയില്ല. കാരണം വെച്ചാൽ നമ്മൾ കടന്നു വന്ന വഴിയിൽ കൂടെയാണ് ഭൂരിപക്ഷം ആളുകളും കടന്നു വരുന്നത്. ഞാൻ ജോലി ചെയ്ത സ്ഥാപനത്തിൽ ഒരു പ്രശസ്തനായ ഡോക്ടർ ഉണ്ടായിരുന്നു, ഒരു ഡെർമറ്റോളജിസ്റ്റ്. അദ്ദേഹം എക്സ്പേർട്ടാണ്. അദ്ദേഹം എഴുതിയ ബുക്കുകളൊക്കെയാണ് ഡെർമറ്റോളജിയിൽ MDക്ക് വേണ്ടി പഠിക്കുന്ന സ്റ്റുഡൻസ് പഠിക്കുന്ന ബുക്കുകളൊക്കെ അദ്ദേഹം എഴുതിയാണ്. അദ്ദേഹത്തോളം എക്സ്പേർട്ടായ വ്യക്തിയായിരുന്നു, പ്രൊഫസറായിരുന്നു. അദ്ദേഹത്തിന് അപ്പോയിന്റ്മെന്റ് ഇടാൻ തന്നെ വലിയ പ്രയാസമാണ്. പക്ഷെ ചില ആളുകൾക്ക് അദ്ദേഹത്തെ അങ്ങോട്ട് സൂചിക്കാറില്ല. എന്നുവെച്ചാൽ നമ്മൾ തമാശയായിട്ട് പറയും, പേഷ്യന്റ് ഡോറ് കിടന്നകത്തേക്ക് വരുമ്പോഴേക്കും അദ്ദേഹം മരുന്ന് എഴുതി കഴിഞ്ഞിട്ടുണ്ടാവും. ഒരു ഡോക്ടർക്ക് പോകുമ്പോൾ ചിലർക്ക് ഡോക്ടറെ ഇരുന്ന് സംസാരിച്ച് ഡോക്ടറോട് കുറച്ച് കഥ പറഞ്ഞ് ഡോക്ടർ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ച് അങ്ങനെ കുറച്ച് ആത്മവിശ്വാസം കിട്ടിയിട്ട് മരുന്നായിട്ട് പോകുന്ന ആൾക്കാരെ ഭൂരിപക്ഷം ആൾക്കാർ. അതാണ് ഒരു സന്തോഷം, ഇഷ്ടം, അതൊക്കെയാണ് പലർക്കും. പക്ഷെ ഇദ്ദേഹം അത്രത്തോളം എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയാണ്. അത്ര എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയാണ്. അദ്ദേഹം പഠിപ്പിച്ച വ്യക്തികളാണ് നമ്മുടെ നാട്ടിലുള്ള എല്ലാ മിക്കവാറും ആൾക്കാരും. അതുകൊണ്ട് അദ്ദേഹത്തിന് കണ്ടാൽ തന്നെ അറിയാം എന്താ അസുഖം എന്നുള്ളതും അതിനുള്ള മരുന്നും അദ്ദേഹം കൊടുത്താൽ മാറുകയും ചെയ്യും. പക്ഷെ ചിലർക്കത് തൃപ്തിയാവില്ല. ചിലർക്ക് ഇരുന്ന് സംസാരിക്കാൻ കഴിയുന്നില്ല. നമ്മളോട് പല കാര്യങ്ങൾ പറഞ്ഞ നമ്മുടെ ഡൗൺലൈൻസോ അല്ലെങ്കിൽ പുതിയ പ്രോസ്പെക്ട്സോ പല കാര്യങ്ങൾ പറയുമ്പോഴും നമ്മുടെ ആറ്റിറ്റ്യൂഡ് അതുപോലെയാണ്. എനിക്ക് അങ്ങനെ തോന്നാറ്. കാരണം എന്താണ്? ഇതെല്ലാം നമുക്കറിയാം. അവർ വാ തുറക്കുമ്പോഴേക്ക് നമ്മൾ സൊല്യൂഷൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടാവും. ഇപ്പൊ നമ്മളൊരു വ്യക്തിയോട് ശ്രദ്ധിക്കുക, അദ്ദേഹം ആരോഗ്യപരമായിട്ട് പ്രശ്നങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യാൻ തുടങ്ങാണ്. അദ്ദേഹം അത് പറയുമ്പോഴേക്കും എനിക്ക് കാര്യം മനസ്സിലായി എന്ന് പറഞ്ഞ് നമ്മൾ ന്യൂട്രിച്ചായി സജസ്റ്റ് ചെയ്യാൻ തുടങ്ങി, പ്രൊഡക്ട്സ് തവിടെണ്ണ സജസ്റ്റ് ചെയ്യാൻ തുടങ്ങി, പഞ്ചതോളം സജസ്റ്റ് ചെയ്യാൻ തുടങ്ങി. നമ്മൾ സൊല്യൂഷൻ കൊടുത്തുകൊണ്ടിരിക്കുക. ആക്ച്വലി അവിടെ അദ്ദേഹത്തിന് ആ സൊല്യൂഷനേക്കാളും കൂടുതൽ ഇത് കേൾക്കാൻ ഒരാൾ ഉണ്ടാവും എന്നുള്ളതാണ് പ്രധാനം. ഇന്ന് ആർസിബിൽ നമ്മളെ കൂടെ ഇരിക്കുന്ന പല ആളുകളും, ഇന്ന് സമൂഹത്തിലുള്ള പല ആളുകളും അവരെ കേൾക്കാൻ ആളുകളില്ല. നമ്മൾ പറയുന്നത് പ്രായമുള്ള ആളുകൾ വീട്ടിലൊറ്റയ്ക്കാണ്, അവരെ കേൾക്കാൻ ആളുകൾ, അവരെ ഏകാന്തം അനുഭവപ്പെടുന്നു പറയുന്നു. എന്നാൽ പ്രായമുള്ള ആളുകൾ മാത്രമല്ല, ആർക്കും ആരെയും കേൾക്കാൻ സമയമില്ല, ആർക്കും ആരെയും കേൾക്കാൻ താല്പര്യമില്ല, ക്ഷമയില്ല. നിങ്ങളൊരു നല്ലൊരു സെയിൽസ് പേഴ്സൺ ആവണമെങ്കിലോ, ഒരു സെയിൽസ് പേഴ്സൺ എന്നാൽ വെറും വിൽപ്പനക്കാരൻ മാത്രമല്ല, അവൻ നല്ലൊരു വ്യക്തിയാണ്. ഇതെല്ലാം നല്ലൊരു വ്യക്തിക്കുള്ള ക്വാളിറ്റീസ് ആണെങ്കിൽ ഒരു നല്ലൊരു ലിസണിങ് സ്കിൽ ഉണ്ടാവണം. കേൾക്കണം, എല്ലാവരെയും കേൾക്കണം. അവർ പറയുന്നത് മുഴുവൻ കേട്ടിട്ട് വേണം പറയാൻ. ഏറ്റവും നന്നായിട്ട് സംസാരിക്കുന്ന ആളല്ല നല്ല സെയിൽസ് പേഴ്സൺ. പലരും പറയാറുണ്ട്, നിങ്ങൾക്ക് നന്നായി സംസാരിക്കാൻ അറിയാമല്ലോ, അതുകൊണ്ട് നിങ്ങൾക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കര സംഭവം എന്ന് പറയും. എന്നാൽ തെറ്റിദ്ധാരണയാണത്. എന്നാൽ നന്നായിട്ട് സംസാരിക്കുന്ന ആളല്ല നല്ല സെയിൽസ് പേഴ്സൺ, നന്നായിട്ട് കേൾക്കുന്ന ആളാണ്. ബി എ ഗുഡ് ലിസണർ. കേൾക്കാൻ പഠിക്കുക, മറ്റുള്ളവരെ കേൾക്കാൻ പഠിക്കുക, അനുകമ്പയോടെ കേൾക്കുക, കേട്ടിട്ട് മനസ്സ് പറയാം. ആ പറയുന്ന ആൾക്ക് സന്തോഷം സമാധാനമായിരിക്കും. ഒരു മുഴുവൻ പറഞ്ഞു കഴിഞ്ഞാൽ കോൺഫിഡൻസ് ഉണ്ടാവണം, നല്ല ആത്മവിശ്വാസം ഉണ്ടാവണം, ചെയ്യുന്ന കാര്യത്തെ പറ്റി ഉറച്ച ആത്മവിശ്വാസം ഉണ്ടാവണം. 2014 നമ്മൾ 2025 നമ്മൾ അവസാനിപ്പിക്കാൻ പോവാണ്. 2026 തുടങ്ങാൻ പോവാണ്. പുതുവർഷത്തേക്ക് കടക്കാൻ പോവാണ്. ചോദിക്കുകയാണ് നിങ്ങളുടെ ഒരാള്, 2026 സ്വപ്നങ്ങൾ എന്താണ്? 2026 ഡിസംബറിലേക്ക് എന്തായിത്തീരണം നിങ്ങൾ ആഗ്രഹിക്കുന്നത്? എന്തെങ്കിലുമൊക്കെ ആവണം സാറേ, എന്തെങ്കിലുമൊക്കെ പിന്നവൽ എത്തണം, അല്ലെ? ചെല്ലേ പറ്റൂ. എത്തുന്നതായിരിക്കുന്നു. ആ ഒരു മറുപടിയോ, യെസ്, ഞാൻ 2026 ഞാൻ എന്റെ ആർസിബിൽ റോയൽറ്റി അച്ചീവർ ആയിരിക്കും, അല്ലെങ്കിൽ ടെക്നിക്കൽ അച്ചീവർ ആയിരിക്കും. കോൺഫിഡൻസ് ആണ്, ആത്മവിശ്വാസം. ആയോ ആയില്ലെങ്കിൽ ശരി, ആ പറയുന്ന ആത്മവിശ്വാസം ഉണ്ടല്ലോ, അത് നമ്മളുടെ ഉപബോധ മനസ്സിൽ റിഫ്ലക്ട് ചെയ്യും. അത് നമ്മളെ കൊണ്ട് പണിയെടുപ്പിക്കും. ഇല്ലെങ്കിലോ, നമ്മൾ എന്ത് കൊടുക്കുന്നോ അതാണ് നമ്മുടെ ഉപബോധ മനസ്സിൽ റിഫ്ലക്ട് ചെയ്യുക. നമ്മൾ നെഗറ്റീവായിട്ട്, ഡള്ളായിട്ട്, ഡെസ്പായിട്ട്, ആത്മവിശ്വാസം അല്ലാതെ കളിക്കുകയാണെങ്കിലോ
അതിനെ തന്നെ പോവാം. നമ്മൾ ഒരിക്കലും പിന്നിലൊന്നും വരാൻ പോകുന്നില്ല. ആത്മവിശ്വാസത്തോടെ നെഞ്ചുവിരിച്ച് നിൽക്കാൻ കഴിയണം, അഭിമാനത്തോടെ നിൽക്കാൻ കഴിയണം, കോൺഫിഡൻസോടെ നിൽക്കാൻ കഴിയണം. ആർസിബിയിൽ വന്ന ഒരാൾക്കൊന്നും ഒരു കാര്യത്തിനും തലവനിക്കേണ്ടി വരില്ല, ഒരു ഉൽപ്പന്നത്തിന്റെ പേരിൽ തലവനിക്കേണ്ടി വരില്ല, മറ്റുള്ള ആരുടെ മുമ്പിൽ തലവനിക്കേണ്ടി വരില്ല. പക്ഷെ കോൺഫിഡൻസ് നമുക്ക് ഉണ്ടാവണം, ആർജിച്ചെടുക്കണം. അത് ഹോണസ്റ്റി, സത്യസന്ധത. ആർസിബിൽ കണ്ട ഞാൻ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ, ആർസിഎം പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഘട്ടത്തിൽ പോലും നമുക്കൊരു ഒരു ഒരു ലെവലേശം, ഒരു ചെറിയ അംശം പോലും കള്ളം പറയേണ്ട ആവശ്യമില്ല ആർസിഎം പ്രൊമോട്ട് ചെയ്യാൻ. പലരും പറയും സെയിൽസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചൊക്കെ കള്ളം പറഞ്ഞിട്ടൊക്കെ മാർക്കറ്റ് ചെയ്യാന്നുള്ളത്. ഇവിടെ എന്താ പറയാനുള്ളത്? കള്ളം. സത്യസന്ധത വിട്ടൊരു കളിയില്ല. അപ്പൊ ആ സത്യസന്ധത നമ്മുടെ നെറ്റ്വർക്കിൽ ഉണ്ടാവണം, ടീമിൽ എല്ലാവരോടും അതുണ്ടാവണം, ക്രോസ് ലൈൻസിനോടും എല്ലാം ഉണ്ടാവണം. അത് സത്യസന്ധമായിട്ട് ഒരു ഒരു സെയിൽസ് പേഴ്സണിന് വേണ്ട പ്രധാനപ്പെട്ട ഗുണമാണ് സത്യസന്ധത. നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടാവണം. നമുക്ക് സ്കില്ലും ടാലന്റും ഉണ്ട്. ടാലന്റ് ജന്മസിദ്ധമാണ്. പാടാനുള്ള കഴിവ്, എഴുതാനുള്ള കഴിവ്, വരയ്ക്കാനുള്ള കഴിവ് ഒക്കെ ജന്മസിദ്ധമാണ്. അസമയം സ്കില്ലോ ആർജിച്ചെടുക്കാം. അതേപോലെ പ്രധാനപ്പെട്ട സ്കില്ലാണ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല്. പലരും പറയുന്ന ഒരു പരാതിയാണ്, എനിക്ക് സംസാരിക്കാൻ അറിയില്ല, എനിക്ക് സംസാരിക്കാനുള്ള കഴിവില്ല. നിങ്ങളൊക്കെ പോലെ സംസാരിക്കാനുള്ള കഴിവുണ്ടായിരുന്നെങ്കിൽ ഞാനൊക്കെ എന്തോ ആയി പോയനെ. അതൊരു ഒഴിവ് കഴിവല്ലേ? ഒട്ടും സംസാരിക്കാത്തൊരു വ്യക്തിയായിരുന്നു ഞാൻ. സംസാരിക്കാൻ പ്രോപ്പറായിട്ട് ആളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എനിക്ക് ഭയങ്കര മടിയായിരുന്നു, ഭയമായിരുന്നു. അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും ഒഴിഞ്ഞു മാറി നിൽക്കലായിരുന്നു. ഇന്നോ നിങ്ങൾ മുമ്പ് ഞാൻ സംസാരിക്കുന്നു, ധാരാളം വേദിയിൽ സംസാരിക്കുന്നു. ആർജിച്ചെടുത്ത കഴിവാണത്. ആർജിച്ചെടുത്താണ്. കിട്ടിയ അവസരങ്ങളെല്ലാം സംസാരിക്കാൻ തയ്യാറായി. മടി കൂടാതെ മൈക്ക് വാങ്ങിക്കാനും കിട്ടിയ ഓപ്പർച്യൂണിറ്റി എല്ലാം സംസാരിക്കാൻ തയ്യാറായി. എന്റെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇമ്പ്രൂവ് ആയി. ഒപ്പം ധാരാളം സെഷനുകൾ കേൾക്കാനും പഠിക്കാനും ഒക്കെ മനസ്സിലാക്കി. അപ്പൊ കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യുന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. ഇവിടെ നമ്മൾ വളർച്ചയ്ക്ക് ഏറ്റവും പ്രധാനമാണ്. ദെൻ ഇമാജിനേഷൻ. കാണുക, ഇമാജിൻ ചെയ്യുക, സ്വപ്നം കാണുക. സ്വപ്നം കാണാതെ പോയിരുന്ന് പഠിക്കുമെന്ന് നമ്മൾ പണ്ട് കേട്ടിട്ടുള്ളത് അല്ലെ? ഇന്ന് നമ്മൾ പറഞ്ഞു സ്വപ്നം കാണാൻ പറയുന്നു. നമ്മുടെ മനസ്സിൽ ഇമാജിൻ ചെയ്ത കാര്യങ്ങൾ മാത്രമേ സാധിച്ച് നടന്നിട്ടുള്ളൂ, അല്ലാത്തൊരു കാര്യം നടന്നിട്ടില്ല. ഇമാജിൻ ചെയ്യണം. ആർസിബിൽ എമറാൾഡായിട്ട് സ്റ്റേജിൽ റെക്കഗ്നേഷൻ വാങ്ങിക്കുന്നതും കയ്യടി വാങ്ങിക്കുന്നതും ഒക്കെ ഞാൻ ഒരുപാട് ഇമാജിൻ ചെയ്തു. ആർസിബിൽ വന്ന കാലം തൊട്ട് ഇമാജിൻ ചെയ്തു. അത് സംഭവിച്ചു, സംഭവ്യമായി. നമ്മുടെ മനസ്സിൽ നമ്മുടെ ഭാവി, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ അത് ഒരു സിനിമ കാണുന്നത് പോലെ നമ്മൾ കാണാൻ കഴിയണം, ഇമാജിൻ ചെയ്യണം നമുക്ക്. അപ്പോഴേ നടക്കുള്ളൂ. നിങ്ങൾ ആലോചിക്ക്, നിങ്ങൾ ആർസിബിൽ ഒരു ടെക്നിക്കൽ അച്ചീവർ അല്ലെങ്കിൽ എമറാൾഡായിട്ട് സ്റ്റേജിൽ കയറുന്നു, 10,000-കണക്കിന് ആൾക്കാർ നിങ്ങൾക്ക് വേണ്ടി കൈയടിക്കുന്നു, നിങ്ങളെ പൊന്നാട എണീക്കുന്നു, ട്രോഫി തരുന്നു, നിങ്ങളുടെ എല്ലാവരും കൂടെ എടുത്തുയർത്തുന്നു. ഒന്ന് സങ്കല്പിച്ച് നോക്കി. ആ 10,000-കണക്കിന് ആൾക്കാർ കൈയടിക്കുന്ന കൈയടി ശബ്ദം ചെവിയിൽ ഇങ്ങനെ കേൾക്കണം. അത് ഇമാജിൻ ചെയ്യാൻ കഴിയണം. ആ ശബ്ദം നിങ്ങൾക്ക് കേൾക്കാൻ കഴിയണം. അങ്ങനെ നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുമെങ്കിൽ അത് റിയലായിട്ട് സംഭവിച്ചിരിക്കും. എന്റെ അനുഭവം കൊണ്ട് ഞാൻ പറയാണ്, ഒരുപാട് കാര്യങ്ങൾ ഞാൻ സംഭവിച്ചിട്ടുണ്ട്. ഇമാജിൻ ചെയ്യാൻ കഴിയണം. ഇമാജിനേഷൻ ഒരു സ്കില്ലാണ്, വളർത്തിയെടുക്കുക. എന്തുകൊണ്ട് സ്വപ്നം കാണാം? നമ്മൾ ഒരുപാട് ദിവാസ്വപ്നങ്ങൾ കണ്ടുള്ള ആൾക്കാരാ. നടക്കാത്ത, ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ലെന്ന് ഉറപ്പുള്ള ഒരുപാട് ദിവാസ്വപ്നങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ട് നമുക്ക് ഇതൊരു യാഥാർത്ഥ്യമാക്കി വിടാം? ആർസിഎം നമ്മുടെ കയ്യിലുണ്ട്, എന്തും കാണാം. പണം കൊണ്ട് നേടാവുന്ന എല്ലാം ആർസിഎം കൊണ്ട് സ്വായത്തമാക്കാം, ഒരു സംശയം വേണ്ട. ഇനീഷ്യേറ്റീവ് എടുക്കാനുള്ള കഴിവുണ്ടാണ്. പലപ്പോഴും നമ്മൾ പ്രശ്നങ്ങളിൽ നിന്ന് മാറി നിൽക്കുക, കാര്യങ്ങൾ ഏറ്റെടുക്കാനുള്ള തയ്യാറല്ലാത്ത ഒരു ജീവിതമാണ് പലപ്പോഴും നല്ല ബഹുഭൂരിപക്ഷം ആൾക്കാരെ. എന്തിനാ ഞാൻ പോയി തലയിടുന്നതിനകത്തൊക്കെ? ആ ഒരു ആറ്റിറ്റ്യൂഡ് ഇവിടെ കൊണ്ടുവന്നാൽ ഉറപ്പാ പറയാ, നമ്മൾ വിചാരിച്ച സമയത്ത് എത്തില്ല. മുൻകൈ എടുക്കണം, കാര്യങ്ങൾക്ക് മുൻകൈ എടുക്കണം, ഇനീഷ്യേറ്റീവ് എടുക്കാനുള്ള ഒരു താല്പര്യം, ഇൻഡിപെൻഡൻസ്, സ്വതന്ത്രമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ, മറ്റൊരാളെ ആശ്രയിക്കാതെ പെട്ടെന്ന് കാര്യങ്ങൾ പഠിച്ചിട്ട് സ്വന്തമായിട്ട് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടാവുക, കമ്മിറ്റ്മെന്റ്, ചെയ്യുന്ന കാര്യങ്ങൾ കമ്മിറ്റ്മെന്റ് ആയിട്ട് ഉത്തരവാദിത്തത്തോടെ ചെയ്തു തീർക്കാനുള്ള ഒരു എബിലിറ്റി. ഇതെല്ലാം ഒരു നല്ലൊരു സെയിൽസ് പേഴ്സൺ ഉണ്ടാവണം. നമ്മളൊരു സെയിൽസ് പേഴ്സണാണ്, നമ്മുടെ പ്രൊഫഷൻ അതാണ്. ഒരു ആർസിഎം സക്സസ് ആണെങ്കിൽ ഈ പറഞ്ഞ ക്വാളിറ്റീസ് എല്ലാം നമ്മൾ നിർബന്ധമായിട്ട് സ്വായത്തമാക്കിയേ പറ്റും. സ്വായത്തമാക്കണത് ഇത് വലിയ ആനക്കാര്യമൊന്നുമില്ല. നമ്മൾ ലൈഫിൽ പല ഘട്ടങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇത്രയും കാലം നമുക്ക് ഇത് സ്വായത്തമാക്കണം. ഒരുപക്ഷെ ആർസിബിൽ വരുന്നതിന് മുമ്പ് ഇത്തരം ട്രെയിനിങ് പ്രോഗ്രാം ഒക്കെ അറ്റൻഡ് ചെയ്യുന്നത് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്റെ ജോലി സ്ഥലത്ത് ജോലിയുടെ ഭാഗമായിട്ട് അവിടെ മാനേജ്മെന്റ് സംഘടിപ്പിച്ച പല ട്രെയിനിങ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ ഒന്നും എനിക്ക് ഇല്ലാത്തൊരു അട്രാക്ഷൻ ഇവിടെ തോന്നിയ കാരണം വെച്ചാൽ ആർസിബിൽ വന്ന് ഇത്തരം കാര്യങ്ങൾ കേൾക്കുന്ന സമയത്ത് അവിടെ ഇത് കേട്ടിട്ട് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല.
ഞാൻ സെയിം എന്റെ ജോലി ചെയ്തുകൊണ്ടിരുന്നത്, സെയിം കിട്ടുന്ന സാലറി, അല്ലാതെ എന്താ ചെയ്യാനുള്ളത്? ഞാൻ അവിടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇമ്പ്രൂവ് ചെയ്തിട്ടോ എന്റെ കമ്മിറ്റ്മെന്റ് ഇമ്പ്രൂവ് ചെയ്തിട്ടോ ഒന്നും പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അത് ഏത് ജോലിയിലും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇവിടെ അതല്ല. ഇവിടെ നമുക്ക് അതെല്ലാം ഇമ്പ്രൂവ് ചെയ്താൽ നമ്മുടെ റിസൾട്ട് 10 മടങ്ങാവും. കാരണം നമ്മളാ ചെയ്യുന്നത്, നമ്മൾക്ക് വേണ്ടിയാ ചെയ്യുന്നത്. മറ്റാരെ നന്നാക്കാനല്ല, മറ്റാർക്കും വേണ്ടില്ല, അപ്ലൈന് വേണ്ടിയിട്ടോ ഡൗൺലൈന് വേണ്ടിട്ടോ എന്നല്ല, നമുക്ക് വേണ്ടിയാ ചെയ്യുന്നത്. ആ ഒരു ബോധ്യം ഉണ്ടാവണം. അതിനൊപ്പം റിസൾട്ടുകൾ പലതും അവർക്കും കിട്ടും. ബി ടീച്ചബിൾ. ടീച്ചബിൾ ആയിരിക്കണം. പല ആളുകളും ഇന്ന് ടീച്ചബിൾ അല്ല. എനിക്കെല്ലാം അറിയാം, എന്നെ പഠിപ്പിക്കാൻ വരണ്ട എന്നുള്ള ഭാവമാണ്. പലപ്പോഴും നമ്മൾ കൊണ്ട് പറയുന്നത് കൊണ്ട് കേൾക്കാനുള്ള ഒരു മനസ്സ് കാണിക്കുന്നില്ല. എനിക്കെല്ലാം അറിയാമെന്നുള്ള ഭാവത്തിൽ ഇരുന്നുകൊണ്ട് എന്നെ പഠിപ്പിക്കാൻ വരണം എന്നുള്ള ഭാവത്തിലായതുകൊണ്ട് പലപ്പോഴും നമുക്ക് പറയുന്നത് ആ ഭാവമുള്ള ആരാണെങ്കിലും ഒരു കൊച്ചുകുട്ടിയിൽ നിന്ന് പോലും നമുക്ക് പഠിക്കാറുണ്ട്. പുതിയ നോളജുകൾ ഒരുപാട് പഠിക്കുന്നുണ്ട്. ബി ടീച്ചബിൾ. എപ്പോഴും എപ്പോഴും നമ്മൾ ടീച്ചബിൾ ആയിട്ടിരിക്കണം. പഠിപ്പിക്കാൻ അല്ലെങ്കിൽ പഠിക്കാൻ തയ്യാറായിട്ടിരിക്കണം. ഈ ഒരു ക്വാളിറ്റീസ് നമുക്ക് എടുത്തേ പറ്റൂ. ഇൻ RCM വി ആർ എ സെയിൽസ്മാൻ പ്ലസ് സെയിൽസ് മാനേജർ. മറ്റ് സെയിൽസുമായിട്ട് നമുക്ക് പ്രധാനപ്പെട്ട നമുക്ക് ഡിഫറൻസ് പറയാമെങ്കിൽ, നമ്മൾ RCMൽ വെറും സെയിൽസ്മാൻ മാത്രമല്ല, സെയിൽസ് വുമൺ മാത്രമല്ല, സെയിൽസ് മാനേജറും കൂടിയാണ്. സാധാരണ ഒരു സെയിൽസ് പേഴ്സൺ സെയിൽസ് ഇൻഡസ്ട്രിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അദ്ദേഹം ഒരുപാട് വർഷം കഴിഞ്ഞിട്ടാണ് സെയിൽസ് മാനേജർ ആവുന്നത്. ഞാൻ പറഞ്ഞത് മറ്റാളുകൾ ഒരുപാട് വർഷം കൊണ്ട് നേടുന്ന നമുക്ക് ചുരുങ്ങിയ കാലം കൊണ്ട് നേടാൻ പറ്റും. ഇവിടെ നമ്മൾ ഒരാളെ സ്പോൺസർ ചെയ്ത് കഴിഞ്ഞാൽ അപ്പം മുതൽ നമ്മൾ ആരായി മാറി? നമ്മൾ സെയിൽസ് മാനേജറായി മാറി. കാരണം അദ്ദേഹത്തിനെ നയിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ടായി. നമ്മളും അദ്ദേഹം വന്നിട്ട് ചിലപ്പോൾ ഒരു ദിവസം വ്യത്യാസം ഉണ്ടാവുള്ളൂ, പക്ഷെ അദ്ദേഹത്തിന് നയിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ടായി. നമ്മൾ കാര്യങ്ങൾ പഠിക്കാൻ തയ്യാറാവും. വളരെ ഫാസ്റ്റായിട്ട് നമ്മൾ അടുത്ത ലെവലിലേക്ക് പോകും. ആ പോകുന്ന പോക്കിൽ നമ്മൾ ആരായി മാറും? ഒരു ലീഡറായി മാറും. ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ലീഡറായി മാറും. ഹു ഈസ് എ ലീഡർ? ആരാണ് ലീഡർ? ആരാണ് ലീഡർ? ഒരു ചെറിയൊരു വീഡിയോ ആണ്, ഒന്ന് കണ്ടു നോക്കൂ. ചെറിയൊരു ലീഡർ നിങ്ങൾ പക്ഷെ കണ്ടിട്ടുണ്ടാവും, എന്നാലും ഒന്ന് നോക്കുക ശ്രദ്ധയോടെ. ബോസ് കണ്ടില്ല, നമ്മളെ ചവിട്ടിക്കൊണ്ട് മുകളിൽ കയറി അദ്ദേഹത്തിന്റെ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിച്ചു. അതാണ് ഒരു ബോസ് എന്ന് പറയുന്നത്. നമ്മൾ ജോലിക്കാരെ സംബന്ധിച്ചോളം നമ്മൾ ബോസിന്റെ കീഴിലെ ജോലി ചെയ്യുന്നത്, ബോസിനെ വളർത്താൻ വേണ്ടി നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെയോ ഇവിടെ വന്ന ആൾക്കാരെ എല്ലാം സക്സസിലേക്ക് എത്തിച്ചുകൊണ്ട്, രക്ഷപ്പെടുത്തിക്കൊണ്ട്, അവരെ കൂടെ പിടിച്ചുകൊണ്ട് അദ്ദേഹം കൂടെ നടക്കുന്നു. ദാറ്റ്സ് ദ ക്വാളിറ്റി ഓഫ് എ ലീഡർ. എ ലീഡർ ഈസ് one who knows the way, goes the way, and a leader who knows the way, goes the way, and shows the way. വഴി അറിയാം, ആ വഴി കൂടെ പോകുന്നു, ആ വഴി കാണിച്ചു കൊടുക്കുന്നു. നമ്മൾ മനസ്സിലാക്കിയ വഴിയിൽ കൂടി നമ്മൾ നമ്മുടെ വേണ്ടപ്പെട്ടവരെ കൈപിടിച്ച് നടത്താൻ കഴിയണം നമുക്ക്. എ ലീഡർ മസ്റ്റ് ഹാവ് ഡിസിപ്ലിൻ. ലീഡർക്ക് തീർച്ചയായിട്ടും വേണ്ടതാണ് ഡിസിപ്ലിൻ. നല്ല അച്ചടക്കം ഉണ്ടാവണം ലീഡർക്ക്. തോന്നിയ പോലെ തോന്നി വിളിച്ചു പറയാനുള്ള അല്ല ലീഡർ എന്ന് പറഞ്ഞാൽ, അച്ചടക്കമുള്ള വ്യക്തിയായിരിക്കണം. ഡിസിപ്ലിൻ. ഡിസിപ്ലിനുള്ള ആളുകൾ നമ്മളുണ്ട്, നമ്മൾ കണ്ടില്ലേ? പലപ്പോഴും നമ്മൾ കാണാൻ തന്നെ ഭംഗിയാണ്. നമ്മളെ പ്രൊഫഷണൽ ആയിട്ടുള്ള പ്രവർത്തിക്കുന്ന ആൾക്കാർ, പോലീസ് ആവട്ടെ, നേഴ്സ് ആവട്ടെ, ഡോക്ടർ ആവട്ടെ, വക്കീലാവട്ടെ, അവരുടെ ഡ്രസ് കോഡിൽ ഒരു ഡിസിപ്ലിൻ ഉണ്ട്. നമ്മളൊരു പ്രോപ്പർ ഡ്രസ് കോഡില്ലാത്ത ഒരു ലീഡറെ കണ്ടാൽ നമ്മൾ എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ പ്രോപ്പർ ഡ്രസ് കോഡിൽ വരുന്ന ലീഡറെ കണ്ടാൽ എങ്ങനെയായിരിക്കും? തമ്മിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡിന് വ്യത്യാസം ഉണ്ടാകും വ്യക്തിയോട്. അപ്പൊ നല്ല പ്രോപ്പർ ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യണം. നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ പ്രസന്റ് ചെയ്യാണ്, നമ്മളെ ഫസ്റ്റ് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നത് നമ്മളെയാണ്. നമ്മളൊരാളുടെ മുമ്പിൽ നമ്മുടെ ബിസിനസ് പ്രസന്റ് ചെയ്യുന്ന പ്രൊഡക്റ്റ് പ്രസന്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അവരാദ്യം കാണുന്ന വ്യക്തി നമ്മളാണ്. നമ്മളിൽ കൂടിയാണ് അവരെ കാണുന്നത്, അവർ RCMനെ കാണുന്നത്. അവരാദ്യം കാണുന്ന RCM നമ്മളാണ്. അപ്പൊ നമ്മളെ കാണുമ്പോൾ അപ്പിയറൻസ് എങ്ങനെയായിരിക്കണം? എന്താണോ ധരിക്കുന്നത്, ഇട്ട ഡ്രസ്സ് വില കൂടിയതാണോ ഇല്ലയോ എന്നല്ല വിഷയം, അത് എങ്ങനെ ധരിച്ചിരിക്കുന്നു.
നല്ല ഡിസിപ്ലിനോടുകൂടി അച്ചടക്കത്തോടുകൂടി നല്ല ഭംഗിയാക്കിയിട്ട്, ലേഡീസ് ആണെങ്കിൽ മുടിയൊക്കെ നന്നായി കെട്ടിവെച്ച് വേണമെങ്കിൽ അത്യാവശ്യം നമ്മുടെ മേക്കപ്പ് ഒക്കെ ചെയ്ത്, പുരുഷന്മാരാണെങ്കിൽ നന്നായിട്ട് ഷേവ് ഒക്കെ ചെയ്ത്, അല്ലെങ്കിൽ ഷേവ് ചെയ്യാത്ത ആൾക്കാരെല്ലാം ഒതുക്കി വെച്ച് ആ ഒരു ഡിസിപ്ലിൻ കാണിക്കണം അവിടെ. കാരണം നമ്മൾ പ്രസന്റ് ചെയ്യാൻ പോകുന്നത് RCM ആണ്. പ്രസന്റ് ചെയ്യാൻ പോകുന്നത് RCMന്റെ മൂല്യങ്ങളെ പറ്റിയാണ്. അവിടെ നമ്മൾ ഡിസിപ്ലിൻ അല്ലെങ്കിലോ കാണുന്ന ആൾക്ക് അത്രയും വിലയുണ്ടാവുള്ളൂ. അപ്പം ലീഡർ ഡിസിപ്ലിൻ ആയിരിക്കണം, സെൽഫ് മോട്ടിവേഷൻ അല്ലെങ്കിൽ സെൽഫ് മോട്ടിവേറ്റഡ് ആയിരിക്കണം. സെൽഫ് മോട്ടിവേറ്റഡ് ആയിരിക്കണം. എപ്പോഴും നമ്മൾ സെൽഫ് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? എപ്പോഴും മറ്റുള്ള ആൾ മോട്ടിവേറ്റ് ചെയ്യാൻ വരാതെ നമ്മൾ സ്വയം മോട്ടിവേറ്റഡ് ആവണം. യെസ്, ഞാൻ നേടിയിരിക്കും, എനിക്ക് ചെയ്യാൻ കഴിയും. അടുത്ത മാസം നിങ്ങൾ അല്ലെങ്കിൽ അടുത്ത വർഷം നിങ്ങൾ RCMൽ ഒരു ടെക്നിക്കൽ HR ആവണം, അതിനുവേണ്ടി പ്രവർത്തിക്കണം എന്നൊരു നമ്മുടെ ലീഡർ എന്ന് പറഞ്ഞു, യെസ് ഞാൻ അത് എത്തിയിരിക്കുന്നു, ഞാൻ പറഞ്ഞ വ്യത്യാസമുണ്ട്. ഉള്ളെന്ന് പറഞ്ഞ മോട്ടിവേഷൻ, സെൽഫ് മോട്ടിവേഷൻ. സെൽഫ് മോട്ടിവേറ്റഡ് ആണ്. സെൽഫ് മോട്ടിവേറ്റഡ് ആവാനുള്ള ഏറ്റവും എളുപ്പം പറഞ്ഞ് ഞാൻ പറഞ്ഞുതരാം. പലപ്പോഴും നമ്മൾ മനുഷ്യന്മാരാണ്, അമാനുഷികരൊന്നുമല്ല. നമുക്ക് ഡിപ്രഷൻ വരും, ഡെസ്പാവും, നമുക്ക് അല്ലെ, നമുക്ക് പല പല പ്രശ്നങ്ങൾ വരും. നമ്മൾ പലപ്പോഴും കുറച്ചു കാലം ഡെസ്പായ ഡിപ്രഷൻ ആയിരിക്കും, എല്ലാവർക്കും സംഭവിക്കുന്നതാണ്. അവിടെ നമുക്ക് സെൽഫ് മോട്ടിവേറ്റഡ് ആവാനുള്ള ഏറ്റവും ലളിതമായ സിമ്പിൾ ടിപ്പാണ് ഡബിൾ ലൈൻസിനെ വിളിക്കുക എന്നുള്ളത്. നിങ്ങൾ മെന്റലി ഡിപ്രസ്ഡ് ആണോ? നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് മോട്ടിവേഷൻ വല്ലാതെ താന്നുപോയോ? വല്ലാതെ എന്താ പറയാ, നിരാശനാണോ? ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഏറ്റവും എളുപ്പ മാർഗം അപ്ലൈനെ വിളിക്കുന്നേക്കാൾ നല്ലത് ഡൗൺലൈനെ വിളിക്കുക എന്നുള്ള. അപ്ലൈനെ വിളിച്ചാൽ നമ്മൾ പരാതികൾ കേട്ട് അങ്ങോട്ടായിരിക്കും അദ്ദേഹത്തിന്റെ മോട്ടിവേഷൻ കേൾക്കാനാണ് വിളിക്കുന്നതെങ്കിൽ, ഡൗൺലൈനെ വിളിച്ചാലോ നമ്മൾ ഡൗൺലൈനെ മോട്ടിവേറ്റ് ചെയ്യുക ചെയ്യുന്നത്. ഒരിക്കലും അവരെ മോശമാക്കില്ല, അവരെ വളർത്താൻ വേണ്ടിയുള്ള കാര്യങ്ങൾ, അവരെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള, അവരെ ഡിപ്രഷൻ മാറ്റാനുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ മോട്ടിവേറ്റഡ് ആവും. ഏറ്റവും എളുപ്പതാ, ഞാൻ പരീക്ഷിക്കാറുണ്ട്. വിളിക്കുക. അപ്പൊ നമ്മളിത് മറന്നു, നമ്മുടെ പ്രശ്നങ്ങൾ നമ്മളവിടെ മറന്നു. സെൽഫ് മോട്ടിവേറ്റഡ് ആവുക എന്നുള്ളത് ഒരു ലീഡർ വേണ്ട പ്രധാനപ്പെട്ട ക്വാളിറ്റിയാണ്. ബി കസ്റ്റമൈസ്ഡ്. കസ്റ്റമൈസ്ഡ് ആവുക. നമ്മൾ പല സാധനങ്ങളും പല എക്യുപ്മെന്റ്സും കസ്റ്റമൈസ്ഡ് ആയിട്ട് ഉണ്ടാക്കുന്നില്ലേ? ഇവിടെ എന്താ നമ്മൾ കസ്റ്റമൈസ്ഡ് ആക്കി ഉണ്ടാക്കേണ്ടത്? നമ്മുടെ ചിന്തയും പ്രവൃത്തിയും എല്ലാം ഒരേ രീതിയിലേക്ക്, എങ്ങോട്ടാണ്? ലക്ഷ്യത്തിലേക്ക്. എന്താണോ ലക്ഷ്യം വെച്ചിരിക്കുന്ന ടാർഗറ്റ്, എന്താണോ ലക്ഷ്യം വെച്ചിരിക്കുന്ന സ്വപ്നം, ആ സ്വപ്നത്തിലേക്ക് നമ്മുടെ ചിന്തയും പ്രവൃത്തിയും നമ്മുടെ എല്ലാത്തിനെയും ഒരുമിച്ച് കൊണ്ടുപോവാം. കസ്റ്റമൈസ്ഡ് ആവാം. കുറച്ചു കാലം ഒന്ന് മാറ്റി വെക്കൂ, മറ്റെല്ലാ കാര്യങ്ങളും കുറച്ചു കാലത്തേക്ക് ഒന്ന് മാറ്റി വെച്ചാൽ സക്സസ് നമ്മുടെ അടുത്ത് വന്നിരിക്കും. ബി കസ്റ്റമൈസ്ഡ്. സീക്ക് ഓപ്പർച്യൂണിറ്റീസ്. അവസരങ്ങൾ കാണുക. ഇവിടെ നമുക്ക് അവസരങ്ങൾ എപ്പോഴും ഉണ്ട്. എപ്പോഴും നമ്മുടെ മുമ്പിൽ എല്ലാ ചുറ്റും കാണുന്ന ഒക്കെ അവസരങ്ങളാണ്. നമ്മുടെ ചുറ്റും കാണുന്ന ആൾക്കാരൊക്കെ പല്ല് തേക്കുന്നുണ്ട്, കുളിക്കുന്നുണ്ട്, ഭക്ഷണം കഴിക്കുന്നുണ്ട്, വസ്ത്രം ധരിക്കുന്നുണ്ട്, വീട് വൃത്തിയാക്കുന്നുണ്ട്. അവരെല്ലാം RCMന്റെ ആവശ്യക്കാരാണ്. നമ്മൾ വായ തുറന്ന് പറഞ്ഞാൽ മാത്രം മതി. ഓപ്പർച്യൂണിറ്റി ചുറ്റുമുണ്ട്. സ്പീക്ക് അപ്പ് ഔട്ട് ദ ഓപ്പർച്യൂണിറ്റി ടു അതേഴ്സ്. വായ തുറക്കുക, മറ്റുള്ളവർ പറയുക ഓപ്പർച്യൂണിറ്റി. ഇങ്ങനെ സാധനമുണ്ട് RCM. RCM എന്നൊരു സംഭവം നാട്ടിലുണ്ട്. നിങ്ങളിപ്പോ ഇന്ന് ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളെക്കാളും ന്യായവിലയ്ക്ക് കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ, അതിനേക്കാളും ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചാൽ ഒരുപാട് ബെനിഫിറ്റുകളുണ്ട്. ഒപ്പം നമുക്കൊരു അഡീഷണൽ വരുമാനം അല്ലെങ്കിൽ ഒരു പ്രൊഫഷനാക്കി മാറ്റാവുന്ന ദ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ട് RCM. പറഞ്ഞോളൂ, ധൈര്യമായിട്ട് പറഞ്ഞോളൂ. അതിനകത്ത് സ്വപ്നങ്ങളുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടാവും, അവർക്കിത് ക്ലിക്കാവും, അവരെ ഏറ്റെടുക്കും. നാളെ ഇന്ത്യയിൽ വരാൻ പോകുന്ന ഡയമണ്ട് അവരായിരിക്കും. ഒരു ഒരു പ്രഡിക്ഷൻ ഞാൻ കേട്ടിട്ടുണ്ട്. ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി അതിവേഗം വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ ഒരുപാട് ആൾക്കാർ ഒരു കോടിക്കടുത്ത് വരുമാനം വാങ്ങുന്ന ആൾക്കാരാണ്. നമ്മുടെ ഡയമണ്ട് സുരേന്ദ്രഗൌഡ് സാറും രവി അബു ശർമ്മയൊക്കെ 50 ലക്ഷം മേലെ വരുമാനം വാങ്ങിക്കുന്ന നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ അതുപോലെ മറ്റു പല കമ്പനികളും ഉണ്ടാവും അങ്ങനെയൊക്കെ. എന്നാൽ പറയപ്പെടുന്ന പ്രഡിക്ഷൻ, ഇന്ത്യയിലെ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലെ ദ ഹയസ്റ്റ് വരുമാനം വാങ്ങിക്കാൻ പോകുന്ന ആള് ഭാവിയിൽ ഇന്ന് വരെ ഇൻഡസ്ട്രി പരിചയപ്പെട്ടിട്ട് പോലും എന്നാ കേട്ടിട്ടുള്ളത്. അതായത് ഇന്ത്യയിലെ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ ഭാവിയിൽ ഏറ്റവും അധികം വരുമാനം വാങ്ങിക്കാൻ പോകുന്ന ആള് ഇൻഡസ്ട്രി പരിചയപ്പെട്ടിട്ടില്ല. ഒരുപക്ഷെ നമ്മുടെ ബസ്സിൽ അടുത്തിരിക്കുന്ന സീറ്റിലിരിക്കുന്ന വ്യക്തിയാണെങ്കിലോ ആ വ്യക്തി പറയാൻ മടിക്കരുത്. എന്റെ ലീഡർ, എന്നെ സ്പോൺസർ ചെയ്ത എന്റെ ലീഡർ നാരായണൻ എപ്പോഴും ചെയ്യുന്ന പരിപാടിയാണ്. ആരെ കണ്ടാലും RCM പറയും, ആരെ കണ്ടാലും RCM പറയും. ആ പറയുന്ന ഭാഗമാണെന്ന് അദ്ദേഹത്തിന് ഒരു എമറാൾഡിനെ കിട്ടിയിരിക്കുന്നത് അല്ലെ? തീർച്ചയായിട്ടും. അല്ലെങ്കിൽ ഒരിക്കലും ഞാൻ അദ്ദേഹത്തിന് എമറാൾഡിനെ കിട്ടുമോ? പറയണം, മടി കൂടാതെ പറയണം. RCM നല്ലതാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ, RCM ഉൽപ്പന്നങ്ങൾ നല്ലതാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ എന്തിനു പറയാൻ പഠിക്കണം? അപ്പൊ ആ പറയാൻ നമ്മളെ തടയുന്ന എന്താണ് ഘടകം വെച്ചാൽ അതങ്ങ് എടുത്ത് റിമൂവ് ചെയ്യുക, ഒഴിവാക്കിയേക്കുക. പറയുക, ധൈര്യമായിട്ട് പറയുക, എല്ലാവരോടും പറയുക. ഫോളോ യുവർ പാഷൻസ്. നിങ്ങളുടെ പാഷനെ ഫോളോ ചെയ്യുക. എന്തുകൊണ്ടാണ് പാഷനെ ഫോളോ ചെയ്യാൻ ഇത്രയും കാലം കഴിയാഞ്ഞെന്ന് ചോദിച്ചാൽ, ഇത്രയും കാലം നമുക്ക് അതിന്റെ സാഹചര്യം ഉണ്ടായിരുന്നില്ല. കാരണം ജീവിതത്തിൽ അറ്റം കൂട്ടിമുട്ടിക്കാൻ പോകുന്നു, ജീവിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ പാഷനെ ഫോളോ ചെയ്യാൻ പോകുന്നു. എന്താണ് പാഷൻ എന്നും എന്താണ് ഇഷ്ടം എന്ന് പോലും മറന്നുപോയി. എന്താണ് ലൈഫിൽ ഏറ്റവും അധികം ഇഷ്ടമുള്ളതെന്ന് ചോദിച്ചാൽ ഓർത്തെടുക്കേണ്ടി വരും. ഇഷ്ടങ്ങളൊക്കെ മറന്നുപോയി. കാരണം നടക്കൂലെന്ന് ഉറപ്പിച്ചാൽ പിന്നെ എന്തിനാ ഓർമ്മിച്ചിരിക്കേണ്ട ആവശ്യം എന്താ? നടക്കില്ലെന്ന് ഉറപ്പിച്ചിരിക്കുകയല്ലേ ഇഷ്ടങ്ങൾ. ഒരു ഇഷ്ടവും നടക്കില്ല. എന്റെ ഇഷ്ടമൊക്കെ എന്ത് നടക്കാനാ?
പ്രത്യേകിച്ച് സ്ത്രീകൾ പറയുന്നതാണ്, എനിക്കൊന്നും ഇഷ്ടമില്ല. എന്തിനു ഇഷ്ടം? എന്താഗ്രഹം? ആഗ്രഹിച്ചിട്ടുള്ള കാര്യമുണ്ടോ? നടക്കില്ലല്ലോ. നിങ്ങൾക്ക് പാഷൻ ഉണ്ടോ? ആ പാഷനൊപ്പം സഞ്ചരിക്കൂ. എന്തുമാവട്ടെ, യാത്രകളാവാം, അല്ലെ? ചിലക്ക് പിന്നെ വസ്ത്രങ്ങൾ വാങ്ങിക്കുന്ന പാഷൻ ആയിരിക്കാം, ഗോൾഡ് വാങ്ങിക്കുന്ന പാഷൻ ആയിരിക്കാം, വാഹനങ്ങൾ വാങ്ങുന്ന പാഷൻ ഉണ്ടാവാം, പാട്ട് പാടുന്ന പാഷൻ ഉണ്ടാവാം. എന്തുമാവട്ടെ, ഏറ്റെടുക്കൂ. കളയരുത്, ഒന്നും വിട്ട് കളയരുത്. ആർസ്യം നമ്മുടെ കയ്യിലുണ്ട്. നിങ്ങളുടെ പാഷനെ ഫോളോ ചെയ്യുക. നോ ദ പ്രൊഡക്ട്സ് ഇൻസൈഡ് ആൻഡ് ഔട്ട്. നമ്മുടെ പ്രൊഡക്റ്റ് അകത്തുനിന്നും പുറത്തുനിന്നും മനസ്സിലാക്കുക. അകത്ത് അതിന്റെ ഇൻഗ്രീഡിയൻസും അതിന്റെ ഗുണങ്ങളും മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ പുറത്തതിനെ എങ്ങനെ ഉപയോഗപ്പെടുത്താം, നമ്മൾക്കും നമ്മുടെ കൂടുതൽ ആൾക്കും അത് ഏത് രീതിയിൽ ഉപയോഗപ്പെടുത്താം. നമ്മുടെ ഏറ്റവും വലിയ ശക്തി, വജ്രായുധം നമ്മുടെ പ്രൊഡക്റ്റുകളാണ്. അതിനെ ശരിക്കും പഠിക്കണം, ശരിക്കും മനസ്സിലാക്കണം. പഠിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഇഴകീറിയ അതിന്റെ കണ്ടന്റ് ഇൻഗ്രീഡിയൻസ് പഠിക്കുന്നതിനേക്കാൾ ഉപരി ഒരാൾക്ക് ലളിതമായിട്ട് എങ്ങനെ പറഞ്ഞു കൊടുക്കാം, പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് എങ്ങനെ പറഞ്ഞു കൊടുക്കാം, അതാണ് പഠിക്കേണ്ടത്. അത് നമ്മൾ സ്വയം നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ പഠിക്കണം, മറ്റൊരാളുടെ ഭാഷയിലല്ല. അത് നമ്മൾ ഒന്ന് മനസ്സിലാക്കണം. അതിനെ എളുപ്പത്തിൽ പറഞ്ഞു കൊടുക്കാവുന്ന രീതി മനസ്സിലാക്കണം. എക്സ്പാൻഡ് യുവർ നെറ്റ്വർക്ക്. നെറ്റ്വർക്ക് വലുതാക്കുക. നിങ്ങളുടെ നെറ്റ്വർക്ക് വലുതാക്കുക, മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക. നമ്മൾ നേരിട്ടല്ല, വന്നിരിക്കുന്ന ആളുകളെ. അതാണ് നമ്മുടെ സിസ്റ്റം. നമ്മുടെ സിസ്റ്റം പറയുന്ന 8 കോർ സ്റ്റെപ്പുകളും 7 കർദിനാളുകളും പാലിച്ചാൽ നമ്മുടെ നെറ്റ്വർക്ക് വലുതാവും. ഹോം മീറ്റിങ്ങുകൾ, റെഗുലറായിട്ട് ഹോം മീറ്റിങ്ങുകൾ, ഫോളോ അപ്പുകൾ, സെയിൽസ്, വന്ന ആളുകളെ നമ്മുടെ കൺസിസ്റ്റൻസി പർച്ചേസിന്റെ പ്രാധാന്യം പറഞ്ഞ് മനസ്സിലാക്കി അവരെ കൺസിസ്റ്റൻസി പർച്ചേസ് പ്ലാനിലേക്ക് എത്തിക്കുക. നമ്മുടെ കൂടെ വന്നിരിക്കുന്ന ഒരാൾക്ക് പോലും 1 രൂപ പോലും നഷ്ടപ്പെടാൻ ഇടവരാത്ത രീതിയിൽ അവരുടെ ബിസിനസ് ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു കൊടുക്കുക. മാസം കറക്റ്റായിട്ട് അത് എത്തിക്കാൻ ശ്രമിക്കുക. അവരെ ഓരോ പിൻ എത്തിക്കാൻ ശ്രമിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ വളരും. നമ്മൾ എന്താണോ നെറ്റ്വർക്ക് വളർത്താനുള്ള ഏറ്റവും എളുപ്പ മാർഗം, ഇതൊരു ഡ്യൂപ്ലിക്കേഷൻ ബിസിനസ് ആണ്. നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യും. നമ്മുടെ ടീമിൽ വന്നിരിക്കുന്ന ആൾ എത്ര വിദ്യാസമ്പന്നനാണോ അല്ലെങ്കിൽ സാധാരണക്കാരാണോ ഒന്നും വിഷയമല്ല. നമ്മൾ ആസ് എ ലീഡർ നമ്മൾ എന്ത് ചെയ്യുന്നു, എന്ത് പറയുന്നു, അത് അതേപോലെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യപ്പെടും. എപ്പോഴും ഓർത്തുക. അപ്പൊ നമ്മൾ നല്ലത് പറയാൻ ശ്രമിക്കുക, നല്ലത് മാത്രം പറയാൻ ശ്രമിക്കുക. നമ്മൾ മോശമായിട്ട് കാര്യങ്ങൾ പറയാനോ അല്ലെങ്കിൽ മോശമായിട്ട് കാര്യങ്ങൾ ചെയ്യാനോ ശ്രമിച്ചാലോ അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യപ്പെടും. നമ്മൾ ഇട്ട പണി വെറുതെ ആയിപ്പോകും. നമ്മുടെ നെറ്റ്വർക്ക് കൊളാപ്സ് ആയി പോകാൻ സാധ്യതയുണ്ട്. അപ്പം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ വ്യക്തമായിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്, അതായത് നമ്മൾ പറയില്ലേ, മറ്റുള്ളവർ നമ്മളോട് എന്ത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നോ അത് നമ്മൾ മറ്റുള്ളവരോട് ചെയ്യാം. മറ്റുള്ളവർ നമ്മളോട് എങ്ങനെ പെരുമാറണമെന്ന് ആഗ്രഹിക്കുന്നോ അതുപോലെ മറ്റുള്ളവരോട് പെരുമാറാം. നമ്മൾ പഠിച്ചിട്ടില്ലേ? ഇവിടെ നമ്മൾ ഒരു തിരുത്തൽ വരുത്താം. നമ്മുടെ അപ്ലയൻസ് നമ്മളോട് എങ്ങനെ പെരുമാറണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നോ അതേപോലെ നമ്മൾ ഡൗൺലൈൻസിനോട് പെരുമാറാം. പലപ്പോഴും അപ്ലയൻസ് നമ്മളോട് അങ്ങനെ പെരുമാറിയില്ല, ഇങ്ങനെ പെരുമാറുന്ന പരാതി പറയുന്ന ആൾക്കാരുണ്ട്. ആ പരാതി താഴെയുള്ള ആൾക്കാരെ നമ്മളെ പറ്റി പറയാൻ ഇടവരുത്തരുത്. ഡ്യൂപ്ലിക്കേഷൻ കറക്റ്റായിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്താൽ നെറ്റ്വർക്ക് ഓട്ടോമാറ്റിക്കലി എക്സ്പാൻഡ് ചെയ്തുള്ളൂ. എക്സ്പാൻഡ് നെറ്റ്വർക്ക്. ഇനി നമുക്ക് വേണ്ട സ്കില്ലുകൾ എന്തൊക്കെയാണ് ആർസിഎമ്മിൽ വിജയിക്കണമെങ്കിൽ? ഞാൻ പറഞ്ഞു, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, രണ്ടാമത് ലീഡർഷിപ്പ് സ്കില്ല്, സെയിൽസ് സ്കില്ല്. ഈ സ്കില്ലുകൾ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. ബി എ ടീം പ്ലെയർ. കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യുന്നു, നമ്മുടെ ബിസിനസ് ഇമ്പ്രൂവ് ചെയ്യുന്നു. ലീഡർഷിപ്പ് സ്കില്ലുകൾ, മീറ്റിംഗ് അറേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ മീറ്റിംഗ് എടുക്കുന്നു, എടുക്കുന്നു, അല്ലെങ്കിൽ എടുക്കാനുള്ള ആളുകളെ സൃഷ്ടിക്കുന്നു. അങ്ങനെ തുടങ്ങി ലീഡർഷിപ്പിനുണ്ട് ഒരുപാട് പ്രോഗ്രാമുകളുണ്ട്, ധാരാളം പ്രോഗ്രാമുകളുണ്ട്. നമ്മൾ വളർത്തിയെടുക്കണം. ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ സോഷ്യൽ മീഡിയ യുഗത്തിൽ നിന്നും വലിയ പ്രയാസമൊന്നുമില്ല. ആരെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ല, ആരെയും കാത്തിരിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ആവശ്യം നമുക്കറിയാം, നമ്മുടെ സ്വപ്നങ്ങൾ അറിയാം. അതിനുവേണ്ടി അങ്ങ് ഇറങ്ങി തിരിച്ചാൽ പോരെ. ഇമ്പ്രൂവ് ചെയ്യണം ഡെയിലി. ദിവസം കുറച്ച് സമയം അതിനുവേണ്ടിയെങ്കിലും മാറ്റി വെക്കണം. ദിവസം കുറച്ച് സമയം നമ്മുടെ പേഴ്സണൽ സ്കിൽ ഇമ്പ്രൂവ്മെന്റിന് മാറ്റിയിടണം. സെയിൽസിന്റെ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യണം. സെയിൽസിന്റെ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ ഒരു ഷോർട്ട് കട്ടും ഇല്ല. സെയിൽസ് ചെയ്യല്ലാതെ വെള്ളത്തിൽ ഇറങ്ങാതെ നീന്തൽ പഠിക്കാൻ കഴിയില്ല. കോസ്റ്റലായിട്ട് നീന്തൽ പഠിച്ചാൽ നമുക്ക് കരയ്ക്ക് കിടന്നേ നീന്താൻ പറ്റുള്ളൂ. അതുപോലെ സെയിൽസിന്റെ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ സെയിൽ ചെയ്യാം. കുറച്ചെങ്കിലും ആർക്കെങ്കിലും ഒക്കെ സെയിൽ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അവന്റെ ആ നെഗറ്റീവും ഫീഡ്ബാക്കുകളും കേട്ട് നമ്മളിലുള്ള കുറെ ദുർമേധസ്സുകൾ പോകാനുണ്ട്. നമ്മുടെ മനസ്സിലുള്ള കുറെ ദുർമേധസ്സുകൾ, ഞാനെന്ന ഭാവവും നമ്മുടെ മടിയും ഒക്കെ പോയിട്ട് നല്ല തികഞ്ഞ വ്യക്തിയായിട്ട് മാറണമെങ്കിൽ കുറച്ച് സെയിൽ ചെയ്യണം. ഞാൻ പറയണമെങ്കിൽ കുറച്ച് കാലമെങ്കിലും ഒരു സെയിൽ ചെയ്യാം. ഒരു 10,000 PV ഒരു വർഷം നിങ്ങളൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് നോക്കി. 10,000 PV ഒരു വർഷമെങ്കിലും മെയിൻറ്റെയിൻ ചെയ്യാം. 25,000 PV ഒരു വർഷം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയാൽ നിങ്ങളെ എത്രയും പെട്ടെന്ന് ആർസിഎമ്മിലെ വലിയ വില്ലകളിലേക്ക് മാറാം. ഒരു 10,000 PV ഒരു 1 ഇയർ എങ്കിലും മെയിൻറ്റെയിൻ ചെയ്ത് നോക്കി. 10,000 PV മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും കുറച്ച് സെയിൽ ചെയ്തേ പറ്റും. അല്ലാതെ 10,000 PV ചിലപ്പം സാധാരണ നമ്മുടെ വീട്ടിൽ മാത്രം ഉപയോഗിച്ച് തീർന്നാൽ ശരിയാവില്ല. ഒറ്റ വർഷം ഒരു 10,000 PV മെയിൻറ്റെയിൻ ചെയ്ത് നോക്കി. നെക്സ്റ്റ് 1 ഇയർ കൊണ്ട് നിങ്ങൾ ആർസിഎമ്മിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു ടെക്നിക്കൽ അച്ചീവറുകളായി ഉണ്ടാവും.
തുടക്കക്കാരോട് ഞാൻ പറഞ്ഞത്, പുതിയ ആൾക്കാരോട് പറയുന്നത്, നിങ്ങൾ ഓൾറെഡി ആർസിഎമ്മിലെ അച്ചീവർ ആണെങ്കിൽ പോലും നിങ്ങൾ ഒന്ന് ശ്രമിച്ചു നോക്കി, നിങ്ങളുടെ ലെവൽ 2-3 ലെവൽ മാറിയോ. കാരണം കുറച്ച് ആളുകൾ സെയിൽ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത്, വ്യത്യസ്ത തരക്കാരായ, വ്യത്യസ്ത സ്വഭാവമുള്ള, വ്യത്യസ്ത സാമൂഹിക പശ്ചാത്തലമുള്ള ആൾക്കാരോട് ഈ പ്രൊഡക്റ്റ് പറയുന്നത്, അവർ പറയുന്നത് കേട്ട് അവരോട് തിരിച്ചു പറയാനും അവർക്ക് സംശയങ്ങൾ ദൂരീകരിച്ചു കൊടുക്കാനും ഒക്കെ നമ്മൾ നന്നായിട്ട് പഠിക്കുന്നു. നമ്മുടെ എക്സ്പെർട്ടായി മാറുക ചെയ്യുന്നത്. സെയിൽസിന് മാത്രമല്ല, നമ്മുടെ പേഴ്സണാലിറ്റി മൊത്തം മാറുക ചെയ്യുന്നത്. ദെൻ ബി എ ടീം പ്ലെയർ. ടീമിനൊപ്പം നിൽക്കുക. ഒറ്റയ്ക്ക് സഞ്ചരിക്കേണ്ട പരിപാടിയല്ല ഇത്. ഒരു ടീമിനൊപ്പം നിൽക്കുക. ടീമിന്റെ ആവശ്യം അനുസരിച്ച് പെരുമാറുക, ടീമിന്റെ ആവശ്യം അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുക, ഒരു കൂട്ടായ്മ രൂപപ്പെടുത്തുക. ആ കൂട്ടായ്മയിൽ നമുക്ക് സക്സസ് ഗ്യാരണ്ടി ആയിട്ട് കിട്ടിയിരിക്കും. സക്സസ് യാതൊരു സംശയം വേണ്ട. ഹാവ് ദ റൈറ്റ് ബിസിനസ് മൈൻഡ് സെറ്റ്. ശരിയായ മൈൻഡ് സെറ്റ്, ബിസിനസ് വേണ്ട ഒരു ശരിയായ മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കുക. ടേക്ക് പേഴ്സണൽ ഡെവലപ്മെന്റ് പേഴ്സണലി. മറ്റുള്ളവരെ ആശ്രയിക്കാതെ നമ്മുടെ പേഴ്സണൽ ഡെവലപ്മെന്റ് അത് നമ്മൾ പേഴ്സണലി ഏറ്റെടുക്കാൻ ശ്രമിക്കുക. ലീഡർ ഒന്നും പഠിപ്പിക്കാൻ നിൽക്കണ്ട, സിസ്റ്റം പഠിപ്പിക്കാൻ നിൽക്കണ്ട. അണ്ടർസ്റ്റാൻഡ് എവറി ആംഗിൾ ഓഫ് ദി മാർക്കറ്റിംഗ് പ്ലാൻ. മാർക്കറ്റിംഗ് പ്ലാൻ വ്യക്തമായിട്ട് പഠിക്കുക. പലപ്പോഴും കമ്മീഷൻ റിലീസ് ചെയ്യുന്ന സമയങ്ങളിൽ പല ആൾക്കാരും വിളിച്ചെടുത്ത സംശയം, അതെന്താണ്, ഇതെന്താണ്, അതെന്താ വരാത്തത്, ഇതെന്താ വരാത്തത്. നമ്മൾ എല്ലാ ആംഗിളിൽ നിന്നും മാർക്കറ്റിംഗ് പ്ലാൻ പഠിക്കണം. എത്ര, എങ്ങനെ, എവിടുന്ന് കിട്ടുന്നു, എന്തൊക്കെ കിട്ടുന്നു, എങ്ങനെ കിട്ടുന്നു, എനിക്ക് എത്ര കിട്ടാം, എല്ലാം മനസ്സിലാക്കുക. എല്ലാം നമ്മുടെ കൈ വിരൽത്തുമ്പിലുണ്ട്. എല്ലാം വിരൽത്തുമ്പിലുണ്ട്. അല്ലെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കുക. ചോദിക്കാനുള്ള മടി ഒഴിക്കരുത്. നമ്മൾ ലീഡറോട് ചോദിച്ചാൽ അവർ നമ്മളെ കളിയാക്കുമോ എന്ന് ചോദിച്ച് മനസ്സിലാക്കുക. ആരോടെങ്കിലും ചോദിക്കുക, അറിയുന്ന ആൾക്കാരോട് ചോദിക്കാമല്ലോ. സെറ്റ് പ്രോപ്പർ എക്സ്പെക്ടേഷൻ. ഞാൻ പറഞ്ഞത് 2026 നിങ്ങൾക്ക് വലിയ വിജയങ്ങൾ ഉണ്ടാക്കാന്ന് പറയുന്നു. എന്നാ ഞാൻ ഏറ്റെടുക്കും സാറേ. 2026 മാർച്ച് ആകുമ്പോഴേക്ക് ഞാൻ എന്തായാലും ടെക്നിക്കൽ ഷോ ആയിരിക്കും സാർ. ഇപ്പോൾ ഓൾറെഡി റോയൽറ്റി പോലും ആയിട്ടില്ല. സാധ്യമാണോ? അല്ല. ടെക്നിക്കൽ ഷോ ആണെങ്കിൽ മിനിമം 3 മാസമെങ്കിലും ഷാർപ്പായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം, അല്ലെ? ഒരു 4 മാസത്തെ കാലാവധി എന്തായാലും എടുക്കും. പ്രോപ്പറായിട്ട് എക്സ്പെക്ടേഷൻ ഉണ്ടാക്കി വെക്കുക. ഞാൻ അടുത്ത വർഷം ഡയമണ്ട് ആയിരിക്കും എന്ന് പറയുന്നതിന് പകരം എന്താണ് ആവാൻ പോകുന്നത് അതിനെപ്പറ്റി മനസ്സിലാക്കി നമ്മുടെ എക്സ്പെക്ടേഷൻസ് പ്രോപ്പറാക്കി മാറ്റണം. ഡോണ്ട് കമ്പയർ യു വിത്ത് അതേഴ്സ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. ഡോണ്ട് കമ്പയർ യു വിത്ത് അതേഴ്സ്. നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ മണ്ടത്തരമാണിത്. പലപ്പോഴും പല ആളുകളും ചെയ്യാം. ഞാനൊരു കാലത്ത് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇന്ന് ആ മണ്ടത്തരം ഞാൻ ചെയ്യാറില്ല. നമ്മൾ മറ്റുള്ളവരോട് കമ്പയർ ചെയ്യും. നമ്മൾ ഇത്രയും കാലം നമ്മുടെ ലൈഫിൽ നമ്മൾ കമ്പയർ ചെയ്തു. സ്കൂളിൽ പഠിച്ച കാലത്ത് കമ്പയർ ചെയ്യുന്നു, നമ്മൾ കമ്പയർ ചെയ്തു, നമ്മുടെ വേണ്ടപ്പെട്ടവർ കമ്പയർ ചെയ്തു. കണ്ടുപഠിക്കാവനെ, അവളെ കണ്ടുപിടിക്കി, നിന്റെ ഒപ്പം നടക്കുന്നതല്ലേ, അവളുടെ മാർക്കത്ര, അവന്റെ മാർക്കത്ര, അല്ലെ, അവന് ജോലി കിട്ടിയില്ലേ, അവന്റെ കുടുംബം നോക്ക്, ഒക്കെ നമ്മൾ കമ്പയർ ചെയ്ത് പഠിച്ചിട്ടുണ്ട്. ആർസിഎമ്മിൽ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ആവർത്തിക്കുന്ന കമ്പാരിസൺ ഉണ്ട്. നമ്മളെ സമകാലികര് നമ്മളോടൊപ്പം ആർസിഎമ്മിൽ വന്ന്, നമ്മൾ ആർസിഎമ്മിൽ വന്ന് പരിചയപ്പെട്ട ആളുകൾ, നമ്മുടെ ക്രോസ് ലൈൻസ്, അവരുടെ പിൻ ലെവൽ മാറുന്ന സമയത്ത്, അവർ പിൻ ലെവൽ കയറി പോകുന്ന സമയത്തൊക്കെ നമ്മൾ അവരുമായിട്ട് കമ്പയർ ചെയ്യും. ദേഷ്യം മുഴുവൻ അപ്ലൈനോട് തീർക്കും. കണ്ടോ, എന്റെ അപ്ലൈൻ ശരിയില്ലാത്തതുകൊണ്ടല്ല എനിക്ക് മാറ്റം വരാത്തത്. അതല്ല, അവരുടെ സാഹചര്യം വേറെയാണ്, അവരുടെ വർക്ക് വേറെയാണ്, അവരുടെ എഫേർട്ട് വ്യത്യാസമാണ്. നമ്മളെ പോലെ ആയിരിക്കില്ല. ഡോണ്ട് കമ്പയർ യു വിത്ത് അതേഴ്സ്. നിങ്ങളെ ഒരിക്കൽ പോലും മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യരുത്. ഈ ഭൂമിയിൽ ഒരാളെ പോലെ മറ്റൊരാളില്ല. എന്നെ പോലെ ഞാൻ മാത്രമേ ഉള്ളൂ. സിമിലാരിറ്റികൾ, സാദൃശ്യം ചിലപ്പം കാണാൻ പറ്റുമായിരിക്കും. എന്നെ പോലെ ഞാൻ മാത്രമേ ഉള്ളൂ. നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമാണത്. അങ്ങനെയാണെങ്കിൽ എന്റെ കഴിവുകൾ എനിക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. എനിക്കറിയാം എന്റെ ഉള്ളിൽ മറ്റുള്ളവർക്കില്ലാത്ത എന്തൊക്കെയോ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്, സ്പെഷ്യൽ കഴിവുകൾ എൻ്റെ ഉള്ളിലുണ്ട്. അതൊന്നും തിരിച്ചറിയാൻ വേണ്ടത്. ഞാൻ മറ്റുള്ളവരോട് കമ്പയർ ചെയ്തിട്ട് കാര്യമുണ്ടോ? നമ്മൾ തിരിച്ചറിഞ്ഞ് വളരാനുള്ള മാർഗം, പ്ലാറ്റ്ഫോം നമ്മുടെ കയ്യിലുണ്ട്. ഓൺലി ഫോക്കസ് ഓൺ യുവർ ടാർഗറ്റിൽ ഫോക്കസ് ചെയ്യുക. എത്താനുള്ള ഒരുപാട് കാര്യങ്ങളില്ലേ, ഒരുപാട് ദൂരം സഞ്ചരിക്കാനല്ലേ, എന്തെല്ലാം കാര്യങ്ങൾ നേടാനുണ്ട്, അല്ലെ? ഇത്രയും കാലത്തെ ലൈഫിൽ എന്തെല്ലാം കോംപ്രമൈസുകൾ ചെയ്തു. ഒരു ആശയം കിട്ടിക്കണ്ട് ഇനിയും കോംപ്രമൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇനി എന്തിനാ വെച്ച് താമസിപ്പിക്കുന്നത്? എന്തിനാ കാലഘട്ടം വൈകിപ്പിക്കുന്നത്? ഒരു മാസം. ഞാനൊരു ഉദാഹരണം പറയാം. ഇതിപ്പോ നമ്മൾ ഡിസംബർ മാസം, നെക്സ്റ്റ് ഒരു 3 ഇയേഴ്സ്, 3 മന്ത്സ്, 3 മാസം, മാർച്ച് ആകുമ്പോഴേക്ക് സ്റ്റാർ ആവാൻ കഴിയുന്ന ഒരാള്, ഇപ്പൊ നിങ്ങൾ നിൽക്കുന്ന വൈറ്റൽ ലെവലിൽ നിന്നും സ്റ്റാർപ്പിന് അച്ചീവർ ആവാൻ സാധ്യതയുള്ള ഒരാള് നിങ്ങൾക്ക് കഴിയുന്നോ? നിങ്ങളുടെ ലീഡർ നിങ്ങൾക്ക് സ്റ്റാർ ആവാൻ കഴിയും. ഒരു സ്റ്റാർ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 20,000 രൂപ വരുമാനം കിട്ടിയെന്ന് വെച്ചോളൂ. മാർച്ച് മാസത്തിൽ സ്റ്റാർ ആയി നിങ്ങൾക്ക് 20,000 രൂപ വരുമാനം കിട്ടും. പക്ഷെ നിങ്ങൾക്ക് സ്റ്റാർ ആകാൻ കഴിയില്ല. നിങ്ങൾക്ക് മാർച്ച് ആയപ്പോഴേക്ക് ഒരു റണ്ണറെ എത്താൻ കഴിഞ്ഞുള്ളൂ. അപ്പൊ എന്തായി? 20,000 വരുമാനം 10,000 ആയി കുറഞ്ഞു. ഒരു എഫേർട്ടിൽ സ്റ്റാർ ആകുമായിരുന്നു. പക്ഷെ നമ്മൾ അത്രയും കൂടെ എഫേർട്ട് ഇട്ടില്ല. സ്റ്റാർ ആവാൻ സാധ്യതയുള്ള നിങ്ങൾ കഴിയുമായിരുന്നു. നിങ്ങൾ റണ്ണറായി 20,000 വരുമാനം കിട്ടേണ്ടത് നിങ്ങൾക്ക് 10,000 മാറി. അപ്പൊ നഷ്ടം 10,000 രൂപ. നിങ്ങൾ പോകുന്ന വഴിക്ക് ഒരു 10,000 രൂപ കളഞ്ഞുപോയി. എന്ത് ചെയ്യും? പോട്ടെന്ന് ചോദിക്കുമോ? അല്ലെങ്കിൽ അടുത്ത പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുക്കുമോ? എന്റെ 10,000 രൂപ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് കംപ്ലൈന്റ് കൊടുക്കും. തീർച്ചയായിട്ടും ഈ നഷ്ടപ്പെട്ട പൈസക്ക് എവിടെ കംപ്ലൈന്റ് ചെയ്യാം? നമ്മളുടെ നെഗ്ലിജൻസ് കൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ അശ്രദ്ധ കൊണ്ടല്ലേ നമുക്ക് ആ 10,000 നഷ്ടപ്പെടുന്നത്. അങ്ങനെ എത്ര 10,000 നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞു ഇത്രയും കാലം കൊണ്ട്.
ഇനി എന്തിനാ വെച്ച് താമസിപ്പിക്കുന്നത്? RCMൽ നിങ്ങളൊരു ടാർഗറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ, RCM ലക്ഷ്യത്തിൽ എത്താൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ, RCM പ്രൊഡക്റ്റ് മനസ്സിലാക്കി, RCM സിസ്റ്റം മനസ്സിലാക്കി, ലീഡേഴ്സിനെ മനസ്സിലാക്കി, RCMൽ 100% കോൺഫിഡന്റ് ആയ, RCM നമുക്ക് അത്രത്തോളം വിശ്വാസമാണ്, നമ്മൾ കൂടെ നിന്നാൽ സക്സസ് ആണെന്ന് ഉറപ്പാണ്. ഇനി എന്തിന് ലേറ്റ് ആക്കണം? ഓൺലി ഫോക്കസ് ഓൺ യുവർ ടാർഗറ്റ്. ടാർഗറ്റിൽ ഫോക്കസ് ചെയ്യുക, ലക്ഷ്യം വെക്കുക, അതിൽ ഫോക്കസ് ചെയ്യുക. മറ്റൊന്നും നമ്മൾ കാണുകയും കേൾക്കണ്ട. നെക്സ്റ്റ് ഒരു 1 or 2 years, 1-2 വർഷം മറ്റൊന്നും കാണുകയും കേൾക്കുകയും ചെയ്യണ്ട. ചുരുങ്ങിയ വർഷം RCMൽ ഒരു എമറാൾഡ് ആവുന്നവരെങ്കിലും മറ്റൊന്നും കാണുകയും കേൾക്കുകയും ചെയ്യണം. ഇത്ര കാലം നമ്മൾ ചുറ്റുപാട് നടന്ന ഒരുപാട് കാര്യങ്ങൾ കണ്ടു, ഒരുപാട് കാര്യങ്ങൾ കേട്ടു, ഒരുപാട് കാര്യങ്ങൾ ഇടപെട്ടു. എന്തെങ്കിലും ഗുണമുണ്ടായോ? എന്തെങ്കിലും ഗുണം? ഒരു 2 വർഷം ഒന്ന് മാറ്റി വെച്ചിട്ട് വേറെ ഒന്നും കാണണ്ട, വേറെ ഒന്നും കേൾക്കണ്ട, ഓൺലി RCM. അങ്ങനെയാണെങ്കിലോ, സ്കിൽസ്, കീപ് ഓൺ ഇംപ്രൂവിങ് യുവർ സ്കിൽസ്. സ്കില്ലുകൾ ഇംപ്രൂവ് ചെയ്യാനോണ്ടിരിക്കുക, ഇംപ്രൂവ് ചെയ്തുകൊണ്ടേയിരിക്കുക, ഡെയിലി ബേസിൽ ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുക. മാനേജ് യുവർ ടൈം പ്രോപ്പർലി. കറക്റ്റായിട്ട് ടൈം മാനേജ് ചെയ്യുക. എസ്പെഷ്യലി പാർട്ട് ടൈമർ ആണെങ്കിൽ ശരിയായ രൂപത്തിൽ മാനേജ് ചെയ്യുക. ദെൻ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് യുവർ വൈ. നിങ്ങളുടെ വൈ എന്താണെന്ന് മനസ്സിലാക്കുക. വൈ, എന്തിന് ഞാൻ RCM ചെയ്യുന്നു? ഒരു വൈ നമുക്കുണ്ടാവും, എന്തിന് RCM ചെയ്യുന്നു. അത് നിങ്ങളുടെ ആയിരിക്കില്ല എൻ്റെത്. അത് നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. എന്തിന് ചെയ്യുന്നു? RCM വിൽ ഗിവ് യു എവരിതിങ്. എല്ലാം നമുക്ക് തരും. നമ്മൾ ഇതെല്ലാം പാലിച്ചാൽ RCM എല്ലാം തരും, എല്ലാം തരും. ഇത്രയും കാലം നമ്മൾ ജീവിതത്തിൽ എന്തൊക്കെ നേടണമെന്നാണ് ആഗ്രഹിച്ചത്, അതെല്ലാം നമുക്ക് RCM തന്നിരിക്കും. യാതൊരു സംശയം വേണ്ട. RCM പോലെ ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോം, ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ കയ്യിൽ കിട്ടി. ഞാൻ ചോദിക്കുന്നു, ഇതിനല്ലേ നമ്മൾ ഇത്രയും കാലം ആഗ്രഹിച്ചിരുന്നത്? ഇതല്ലേ നമ്മൾ ഇത്രയും കാലം കിട്ടാൻ ആഗ്രഹിച്ചത്? നമ്മുടെ സ്വപ്നങ്ങൾ, അതെല്ലാം നേടിയെടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അല്ലേ? ഇനി എന്തിനു വെച്ച് താമസിപ്പിക്കണം? 2026 ഡിസംബർ 14 ഇനി ഒരു ഡിസംബർ 14 2025 ഇല്ല. 2025 ഇനി ഒരു ഡിസംബർ മാസവും ഇല്ല. ദൈവം അനുഗ്രഹിച്ചുകൊണ്ട് RCM എത്താൻ പറ്റിയത്. ഇന്നും നോക്കേണ്ട ആവശ്യമില്ല. ഗോ അഹെഡ്, ഇറങ്ങിത്തിരിക്കുക, തിരിഞ്ഞു നോക്കണ്ട. RCM എല്ലാം തരും. എല്ലാവർക്കും എല്ലാവിധ വിജയങ്ങളും ഉണ്ടാവട്ടെ. താങ്ക് യു. ജയ് RCM.